السلام عليكم ورحمة الله. الحمد لله الذي أجمعنا في هذا المجلس المبارك. هذا هو مجلس القرآن، والصلاة والسلام على القائل: خيركم من تعلم القرآن وعلمه. وهو الذي قال أيضا: بلغوا عني ولو آية. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ വെളിച്ചം സംഘാടകരെ, ഇസ്ലാഹി സെൻറ്റർ ഭാരവാഹികളെ, ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ലൈറ്റ് ഖുർആൻ പഠന പദ്ധതിയുടെ കോർഡിനേഷൻ ഭംഗിയോടെ ഭക്തിയോടെ ഐഹിക ജീവിതത്തിൻ്റെ ആത്മീയ ഭാഗധേയം നിർബന്ധമായത് നിർവഹിച്ചുകൊണ്ട് ഖത്തറിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, ഇവിടത്തെ മണ്ണിലേക്കും മനസ്സിലേക്കും ദൈവിക ചിന്തകൾ പ്രസരണം ചെയ്യുന്ന അതിൻ്റെ കോർഡിനേഷൻ ഭംഗിയാക്കുന്ന സുഹൃത്തുക്കളെ, മുനീർ സലഫി ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ അവിചാരിതമായിട്ടാണെങ്കിലും ധന്യമായ അനുഗ്രഹീതമായ അള്ളാഹുവിൻ്റെ കലാമുമായി ബന്ധപ്പെട്ട മജ്ലിസിൽ പങ്കെടുക്കുവാനും അല്പസമയം വെളിച്ചം വിതറുന്ന ഏതാനും ചില ചിന്തകൾ എന്നോടും നിങ്ങളോടും സംസാരിക്കുവാനും അവസരം ലഭിച്ചിരിക്കുകയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ നമുക്കറിയാം, മനുഷ്യർക്കുള്ള മാർഗദർശനദായക ഗ്രന്ഥമാണ്. 114 അധ്യായങ്ങൾ, 30 ജുസുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷ കാലയളവിനുള്ളിൽ അവതരണം പൂർത്തിയായി. കോടിക്കണക്കിന് മനുഷ്യർ ആ വെളിച്ചം സ്വീകരിച്ച് നുകർന്ന് പകർന്ന് അതിൻ്റെ പ്രതിനിധാനം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. പുതിയ കാലത്ത് വിശുദ്ധ ഖുർആനിൻ്റെ ലൈറ്റ് കൂടുതൽ പ്രശോഭിതമാക്കേണ്ടതുണ്ട് എന്ന് സംസാരിക്കുന്ന എന്നെപ്പോലെ നിങ്ങൾക്കും അറിയാവുന്നതാണ്. കാരണം ഇരുട്ടുകൾ പല വിധത്തിലായി വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. മിനൽ-ളുലുമാതി ഇലൻ-നൂർ എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഇരുട്ടുകൾ, ളുലുമാത്ത് പ്ലൂരലാണ്, ജംആണ് ബഹുവചനാണ്. അപ്പോൾ പലതരത്തിലുള്ള ഇരുട്ടുകളുണ്ട്. ബഹുദൈവ വിശ്വാസവും ആത്മീയ ചൂഷണങ്ങൾ, അതേപോലെ അന്ധവിശ്വാസങ്ങൾ, ആഭാസ അശ്ലീലതകൾ, ഇരുട്ടുകൾ വളരെ വ്യാപകമാണ്. എല്ലാത്തിൻ്റെയും പരിഹാരം ഒരൊറ്റ വെളിച്ചം സ്വീകരിക്കുക എന്നതാണ്. അത് നൂറുൻ അലാ നൂർ, അത് വിശുദ്ധ ഖുർആനാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനിലേക്ക് സമൂഹത്തെ ക്ഷണിക്കുക, ഖുർആനിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് ഉദാത്തമായൊരു കർമ്മമാണ്. ഞാൻ ആമുഖമായി ഓതിവെച്ച ആയത്ത് 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 9-ാം സൂക്തമാണ്. സുപരിചിതമാണ് നമുക്ക്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും ചൊവ്വായതിലേക്ക് മനുഷ്യനെ വഴി കാണിക്കും. അഥവാ ഇതിലും ചൊവ്വായ ഒന്നില്ല. ഒരു വിഷയത്തിൽ സ്ട്രൈറ്റ് ആകാൻ, വ്യക്തമാകാൻ, കൃത്യമാകാൻ, ശക്തമാകാൻ, സുതാര്യ സുന്ദര സുദൃഢമാകാൻ ആഗ്രഹിക്കുന്ന ആരുണ്ടെങ്കിലും, എനിവേർ എനി ടോപ്പിക്, ഏത് വിഷയമാകട്ടെ, എവിടെയാകട്ടെ, അക്വം എന്ന നിലവാരത്തിലേക്കും നിലപാടിലേക്കും എത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിശുദ്ധ ഖുർആനിൻ്റെ വൈജ്ഞാനിക മണ്ഡലത്തിലൂടെ മനസ്സാ വാച കർമ്മണ ചലിപ്പിക്കുക, ചിന്തിപ്പിക്കുക, ചരിക്കുക എന്നതാണ് ഈ ആയത്തിൻ്റെ സാരാംശം. മാത്രവുമല്ല, ഇത് ഏറ്റെടുക്കുന്ന വിശ്വാസികൾ, ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, വയുബശ്ശിറുൽ മുഅ്മിനീൻ, വിശ്വാസികളായ ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുകയാണ്. അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്,
സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ അന്നലഹും അജ്റൻ കബീറ, തീർച്ചയായും അവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന്. ഇതാണ് ഈ ആയത്തിൻ്റെ ആശയം. അപ്പോൾ ജനങ്ങളെ നമ്മൾ വെളിച്ചത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യാപകമായിട്ടുള്ള ഇരുട്ട് ഷിർക്കാണ്, ബഹുദൈവ വിശ്വാസമാണ്, അതുവഴിയുള്ള ആത്മീയ ചൂഷണമാണ്. ആ ചൂഷണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തണമെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ മൗലിക വെളിച്ചം, സുലുസുൽ ഖുർആൻ എന്നറിയപ്പെട്ട സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസിൻ്റെ അഥവാ എൻറ്റിറ്റി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ അസ്തിത്വം, ഹൂ ഈസ് ഗോഡ്, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഓൾമൈറ്റി ഗോഡ്, അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ നിർവചനം എന്താണ് എന്ന് ആരെങ്കിലും മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ മനുഷ്യ മനസ്സിൻ്റെ ധിഷണയുടെ തൽപരതയനുസരിച്ച് ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള കാലാതിവർത്തിയായിട്ടുള്ള ദൈവീക ബോധം, തിയോളജി, അതാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. ഖുൽ ഹുവല്ലാഹു അഹദ്, നബിയെ പറയുക കാര്യം അള്ളാഹു ഏകനാകുന്നു എന്ന്. അപ്പം ഏകനായ റബ്ബിൽ ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നതോടുകൂടി, എല്ലാം ഒരേ ഒരു റബ്ബിൽ ഏൽപ്പിക്കുന്നതോടുകൂടി അവൻ സുരക്ഷിതനായി തീരുകയാണ്, അവൻ മുഅ്മിനായി തീരുകയാണ്. എന്നാൽ പലപ്പോഴും പലർക്കും അതിന് സാധിക്കുന്നില്ല എന്നത് നമുക്കറിയാം. കാരണം അതുവഴിയാണ് അന്ധവിശ്വാസങ്ങളിലേക്കും ചൂഷണത്തിലേക്കും ഒക്കെ പോകാറുള്ളത്. അപ്പോൾ തിരിച്ചു വിളിക്കണം ജനങ്ങൾ. മനുഷ്യർ ഇടത്തട്ട് കേന്ദ്രങ്ങളെ സ്വീകരിച്ചുകൊണ്ട് സമ്പത്തും സമയവും സൗഭാഗ്യങ്ങളും ജീവനും ജീവിതവും എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പടച്ച റബ്ബിനെ നേരെ ചൊവ്വെ അറിയിക്കണം. ശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 21-ാം സൂക്തം, യാ യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ അറിയണം. വലിയൊരു മെസ്സേജാണ്. ആ അറിവ്, ആ എഡ്യൂക്കേഷൻ അത് കിട്ടാതെ പോയി കഴിഞ്ഞാൽ പിന്നെ സമൂഹത്തിൽ, കുടുംബത്തിൽ എന്ത് നടക്കും എന്നതിന് ഉദാഹരണങ്ങൾ സമർത്ഥിക്കേണ്ട ആവശ്യമില്ല. പലരും പലതിനെയും പേടിച്ച് ഭയപ്പെട്ട് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ശുദ്ധ ഖുർആൻ 39-ാം അധ്യായം സൂറത്തു സുമർ 36-ാം സൂക്തം, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ വല്ലദീന യുഖവ്വിഫൂനക മിൻ ദൂനി, തൻ്റെ അടിമക്ക് അള്ളാഹു പോരെ, പടച്ച റബ്ബിലേക്ക് വിളിക്കണം. എസ് എ ജമീൽ എന്ന് പറയുന്ന അനുഗ്രഹീത ഗായകൻ പണ്ടേ പാടിപ്പറഞ്ഞു വെച്ചതുപോലെ അഖിലാണ്ടനാഥൻ അള്ളാഹുവാണെന്ന് ആത്മാവിൽ വിശ്വസിപ്പോരെ, പടച്ച റബ്ബിലുള്ള അഖീദ യഖീനാകണമെന്നാണ്. നാഗൂർ, അജ്മീർ, ഗുരുവായൂർ, ശബരിമലയാത്രയുമൊന്നല്ലേ, നാനാവിധ ദർഗ പൂജയും ജാറും മൂടലും മുത്തലും ഇന്നില്ലേ, ശൈക്കും ത്വരീഖത്തും ശൈക്കും തങ്ങളും ത്വരീഖത്തും അല്ലാ മുസ്ലിം ശരീഅത്ത്, ശൈത്താനെ വിട്ട് റബ്ബിൻ്റെ നേർക്ക് ചെന്നാൽ കിട്ടും ഹിദായത്ത്, നിങ്ങൾക്കൊരല്ലാഹു പോരേ. ഒരേ ഒരു അല്ലാഹ്, ഒരേ ഒരു നാഥൻ, ആ റബ്ബിൽ വിശ്വസിക്കുക, അവൻ കൂടെയുണ്ട്. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 186-ാം സൂക്തം. എത്ര സുന്ദര ലളിതമാണ്. ഹിക്മത്തോടെ, മൗഇദത്തോടെ, സുബറോടെ, വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സ്വബ്ർ എന്ന സൂറത്തുൽ അസ്റിലെ ആയത്തിൻ്റെ ആശയം അന്വർത്ഥമാക്കി ഈ ആദർശ ആവിഷ്കാരം നടത്തുന്ന ആൾക്കൂട്ടങ്ങൾ ആകർഷിക്കപ്പെടും, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതിൻ്റേതായ ക്രൈറ്റീരിയകൾ, മാനദണ്ഡങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത് കൺവേ ചെയ്ത് കൺവിൻസ് നടത്തി കഴിഞ്ഞാൽ, അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, മെയിൻ പോയിന്റ് അതാണ്, ജനങ്ങളെ ചൂഷണമുക്തമായ വിശ്വാസത്തിലേക്ക് എത്തിക്കുക എന്ന വിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചം വിതരണം സ്വന്തത്തിൽ, ദാമ്പത്യത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിലൊക്കെ അതുണ്ടായിക്കൊണ്ടിരിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തേത്, വിശുദ്ധ ഖുർആൻ വിശ്വാസ വെളിച്ചം അറിയിച്ച് ഏകനായ റബ്ബിലേക്ക് ക്ഷണിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത് വർഗീയ മുക്തമായിട്ടുള്ള ഒരു സാമൂഹിക അന്തരീക്ഷമാണ് ഖുർആനിൻ്റെ മെസ്സേജ്. അതുകൊണ്ടാണ് കാലാതിവർത്തിത്വമുള്ളത് എന്ന് പറയുന്നത്. ബഹുദൈവ വിശ്വാസത്തിലാണ് വർഗീയത ഉണ്ടാകുക. ഏകദൈവ വിശ്വാസത്തിൽ ഒരിക്കലും വർഗീയത ഉണ്ടാകൂല. കാരണം പടച്ച റബ്ബ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചനാഥനാണ്. സർവരെയും സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവനെയാണ് ആരാധിക്കണമെന്ന് പറയുന്നത്. എല്ലാവരെയും, അതിൽ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ജൈനമതക്കാരൻ, ഷിൻഡോ മതക്കാരൻ, സൗരാഷ്ട്രീയൻ, മതമുള്ളവൻ, മതമില്ലാത്തവൻ, ഇങ്ങനൊന്നും വ്യത്യാസമില്ല. എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന പരമകാരുണികനായ പടച്ച റബ്ബ് ഏകനാണ്. ആ ഏകനായ റബ്ബിനെ ആരാധിക്കണം. ഖുൽ ഹുവല്ലാഹു അഹദ്, അതാണ് ഏകമാനവികതയിലേക്ക് നയിക്കുന്ന ഏകദൈവ വിശ്വാസമാണത്. ആ വിശ്വാസത്തിലേക്ക് ജനങ്ങൾ വരുമ്പോൾ തീവ്രത ഉണ്ടാകൂല, വർഗീയത ഉണ്ടാകൂല.
എല്ലാവരെയും സൃഷ്ടിച്ച, എല്ലാത്തിനെയും സൃഷ്ടിച്ച, വിണ്ണും മിന്നും താരകളും ഈ മണ്ണും തീർത്തവൻ അല്ലാഹു അവനിൽ എല്ലാത്തിനെയും സൃഷ്ടിച്ച ഏകനായ റബ്ബിനെ ആരാധിക്കുക. ആ റബ്ബിലുള്ള വിശ്വാസം മനുഷ്യനെ കൂടുതൽ മാനവിക ബോധത്തിലേക്ക് നയിക്കും. ഇപ്പോൾ ഖത്തറിൻ്റെ മണ്ണിലാണ് കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പ് നടന്നത്. ഉദ്ഘാടന സെഷനിൽ മോർഗൻ ഫ്രീമാൻ എന്ന് പറയുന്ന ഹോളിവുഡ് സ്റ്റാർ വേദിയിലേക്ക് മൈക്ക് പിടിച്ചു വരാൻ. അപ്പോൾ ഊരക്ക് താഴെ വളർച്ച മുരടിച്ച ജനറ്റിക് അസുഖം ബാധിച്ച ഖാനിം മുഫ്ത ഖാനിം ഫിഫ വേൾഡ് കപ്പിൻ്റെ അംബാസഡറാണ്. ഖാനിം ഫാമിലി, ഞാനിവിടെ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ ഒരു ഖത്തരി അധ്യാപിക ഉണ്ടായിരുന്നു, വൽഹാൽ ഖാനിം. പിന്നെയാണ് ഈ ഫുട്ബോളിൻ്റെ അതുമായി ബന്ധപ്പെട്ട ഫീച്ചറുകളും കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ആ ഖാനിം ഫാമിലിയിലെ മെമ്പറാണ് ഈ മുഫ്ത ഖാനിം എന്ന് മനസ്സിലാക്കിയത്. ഏതായിരുന്നാലും മുഫ്ത ഖാനിമിനോട് മോർഗൻ ഫ്രീമാൻ ചോദിക്കുന്നുണ്ട്, ലോകം ഒന്നാകാൻ, മനുഷ്യരെ ഒന്നാക്കാൻ, ഫുട്ബോൾ എന്ന ഈ മാസ്മരികതയിലേക്ക് ലോകം ഒന്നാകുന്ന സമയത്ത് മനുഷ്യരെ നിങ്ങളൊക്കെ ഒന്നാണ് എന്ന ഒരു മെസ്സേജ് എന്താണ് നമുക്ക് കൊടുക്കാൻ കഴിയുക? മൈക്കെടുത്തുകൊണ്ട് 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ 13-ാം സൂക്തം ഓതുക. യാ യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. അല്ലയോ, അർത്ഥം ഞാൻ പറയേണ്ടതില്ല, നിങ്ങളിതിൻ്റെ പ്രചാരകരും കോർഡിനേഷൻ നിർവഹിക്കുന്നവരുമാണ്. യാ യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ എന്നാ പറയും. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, എല്ലാവരും ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും ആദമിയിൽ നിന്നും ഹവ്വയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ് മാനവികതയുടെ പ്രഘോഷണം നടന്ന മണ്ണ് മത്സരത്തിൻ്റെ മുന്നോടിയായി, അഥവാ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിയൊരു മെസ്സേജാണ്. പിന്നെന്താണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? മനുഷ്യൻ ആൾക്കൂട്ടങ്ങൾക്കിടക്ക് തനിച്ചായി കൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത വിഭ്രാന്തി, പ്രയാസം. അപ്പോൾ ഇന്നലെ ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനമായിരുന്നു. ഒക്ടോബർ 10 കണക്കനുസരിച്ച് പ്രതിവർഷം 7 ലക്ഷത്തിലധികം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്ന്. ഒരു സെക്കൻഡിൽ 3 ആളുകൾ ആത്മഹത്യാശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു, ചിന്തിക്കുന്നു എന്ന്. ഓരോ 40 സെക്കൻഡിലും ഓരോരുത്തരും ആത്മഹത്യ ചെയ്ത് പിരിയുന്നു എന്നാണ്. എന്താണ് നമ്മൾ കൊടുക്കേണ്ട മെസ്സേജ്? ജനങ്ങൾ ദാഹിക്കുകയാണ് ഈ വെളിച്ചത്തിന് വേണ്ടി. കാരണം അസ്വസ്ഥമാകുന്ന മനസ്സിനെ സ്വസ്ഥതയുള്ളതാക്കാൻ വേണ്ടി എന്തുണ്ട് നിങ്ങളെടുത്ത് എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് പറയാൻ കഴിയണം. 13-ാം അധ്യായം സൂറത്തുർ റഅദിലെ 28-ാം സൂക്തം, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹി അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലദീന ആമനു, നിങ്ങൾ വിശ്വാസികളാണ് എങ്കിൽ, യഥാർത്ഥ വിശ്വാസം നിങ്ങൾക്കുണ്ട് എങ്കിൽ, അതാഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങളുടെ സർവ്വ മനസ്സംഘർഷങ്ങളും ഇല്ലാതായിത്തീരും. ജീവിതത്തെക്കുറിച്ച് ലൈഫ് ലിറ്ററസി തീരും, ലക്ഷ്യബോധമുണ്ടായിത്തീരും. അലാ ബിദിക്രില്ലാഹ്, ദൈവിക ചിന്ത, അല്ലാഹനെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് മനസ്സ് ശാന്തമായിത്തീരും, സമാധാനപൂർണമായി തീരുമെന്നാണ്. നമ്മൾ വിചാരിച്ച് സമ്പത്ത് കൂടിയാൽ സമാധാനം താനേ വരുമെന്ന് വിചാരിക്കുന്ന ആളുകൾ. AI കാലമാണ്, സാങ്കേതിക തികവുകളാണ്. പണ്ടത്തേക്കാൾ കൂടുതൽ എല്ലാ സൗകര്യ സംവിധാനങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ആത്യന്തികമായി അവയിലൂടെ എല്ലാം മനുഷ്യന് ലഭിക്കേണ്ടത് എന്താണ്? മനുഷ്യൻ്റെ എൻറ്റിറ്റി, ആത്മാവിനെ സംതൃപ്തിപ്പെടുത്താൻ കഴിയണം. ആ സംതൃപ്തിപ്പെടുത്തലിന് പുതിയ സങ്കേതങ്ങളും പുതിയ ലൈഫ് സ്റ്റൈലുകളും സാധ്യമല്ല എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ടാണ് ആത്മാവിനെ ഹത്യ ചെയ്യുന്നത്. അതാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. സമഭാവനയും സാധ്യതകളും അങ്ങേയറ്റം സമ്മേളിക്കുന്ന സവിശേഷമായ സൽക്കർമ്മ പദ്ധതി സക്കാത്ത്, സ്വതക്ക, ഇതൊക്കെ വലിയ സദക്ക. വിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചമെന്ന് പറയുന്നത്, അഥവാ സ്വന്തത്തിനും സമൂഹത്തിനും കുടുംബത്തിനും അയൽപ്പക്കങ്ങൾക്കും ആശ്രിതർക്കും അവലംബമാകേണ്ടവർക്കുമൊക്കെ സമാധാനം ലഭിക്കുവാനുള്ള കൃത്യമായ പ്രൊജക്റ്റ് വിശുദ്ധ ഖുർആനിലുണ്ട്. പക്ഷേ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ആലോചിക്കണം. പിന്നെ വരുന്ന പ്രശ്നം, സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് തോന്നിവാസങ്ങളാണ്. ലിബറലിസം, LGBTQI++, ലെസ്ബിയൻ, ഗേയിസം, ആഭാസ അശ്ലീലതകൾ, ലൈംഗിക അരാജകത്വങ്ങൾ പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടക്ക് എന്തുണ്ട് മാർഗമെന്ന് ചോദിക്കുന്നവരുണ്ട്. ബോഡി ഷെയ്മിങ് ആണ് ദ ഡിസ്കഷൻ ഗോയിങ് ഓൺ. ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചാണ് ഉത്തരവാദിത്തപ്പെട്ടവരുടെ നാവിലൂടെ വരെ വരികയാണ്. എന്താ പരിഹാരമെന്ന് ചോദിച്ചാൽ വെളിച്ചം പ്രചാരകർക്ക്, വിശുദ്ധ ഖുർആനിൻ്റെ അനുയായികൾക്ക് വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആൻസർ പറയാൻ, ഉത്തരം പറയാൻ കഴിയും. 30-ാം ജുസിയിലെ സൂറത്തുൽ ഹുമസ എന്ന അധ്യായം അതിൻ്റെ ആത്മാവനുസരിച്ച് അടുത്തറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ ഈ കുറവാക്കലും കുറ്റപ്പെടുത്തലും ഷെയ്മിങ്ങുമെല്ലാം. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, ഇറ്റ്സ് ദ സൊല്യൂഷൻ. അതാണ് ഖുർആനിൻ്റെ വെളിച്ചം. കാലം കാതോർക്കുകയാണ്, പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈംഗിക സദാചാര വിശുദ്ധിയെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മൾ കേൾക്കുന്നു. ഇന്നിൻ്റെ ലോകത്തിന് ഇതെന്തു പറ്റി, ഇഷ്ടങ്ങളൊക്കെയും തീർന്നു പോയോ,
ഇര തേടി അലയുന്ന മർത്യരെല്ലാം ഇണകളെ കാണാൻ മറന്നുപോയോ. ലൈംഗിക സദാചാര വിശുദ്ധി വിശുദ്ധ ഖുർആനിന് കൃത്യമായ അതിൻ്റെ പ്രായോഗിക തലങ്ങൾ 30-ാം അധ്യായം സൂറത്ത് റൂമിലെ 21-ാമത്തെ ആയത്ത് മനുഷ്യൻ ആണ് പെണ്ണ്, പോസിറ്റീവ് നെഗറ്റീവ്, രാവ് പകൽ, കര കടൽ എന്നൊക്കെ കൺസെപ്റ്റ് ഉള്ളതുപോലെ തന്നെ മനുഷ്യനൊരു പ്രായമെത്തിക്കഴിഞ്ഞാൽ തൻ്റെ ലൈംഗിക സാഫല്യ സാക്ഷാത്കാരത്തിന് ധാർമ്മിക സദാചാര വഴി തേടണം. ശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്, ദൃഷ്ടാന്തം കണക്കെയാണ് അതിനുള്ള സംവിധാനം അള്ളാഹ് ഒരുക്കിയിട്ടുള്ളത്. ഒമിനായാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ എന്നാണ്. മവദ്ദത്ത് പ്രണയം ആദ്യകാലത്ത്, പിന്നീട് അത് റഹ്മത്ത് കാരുണ്യത്തിലേക്ക് വഴിമാറി സഞ്ചരിക്കുക, മനോഹരമായ ദാമ്പത്യ ജീവിതം, സർഗാത്മകമായ ലൈംഗിക ജീവിതം, വംശവർദ്ധനവിലേക്ക് നയിക്കുന്ന, സമാധാനവും സംസ്കാരവും നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന, ഇതാണ് വിശുദ്ധ ഖുർആൻ. അങ്ങനെ ദാമ്പത്യമില്ലാതെ തോന്നിവാസങ്ങളിലേക്ക്, അഭാസങ്ങളിലേക്ക്, അശ്ലീലതകളിലേക്ക്, ലൈംഗിക അരാജകത്വങ്ങളിലേക്കൊക്കെ വ്യതിചലിക്കാൻ സാധ്യതയുള്ളവർക്ക് പ്രകൃതിപരമായ, പ്രാമാണികമായ, ധാർമ്മികമായ കവചം, സംരക്ഷണം ഒരുക്കുകയാണ്. അതേപോലെ ഒക്ടോബർ 1 കഴിഞ്ഞു, ലോക വയോജന ദിനമായിരുന്നു. പ്രായം ചെന്ന ആളുകളെക്കുറിച്ച് നിരവധി ഫീച്ചറുകൾ ഈ ഒരാഴ്ചയായിട്ട് പത്രമാധ്യമങ്ങളിൽ, കോളങ്ങളിൽ കാണുവാൻ കാരണം, പ്രായം ചെന്ന ആളുകൾ ജീവിതത്തിൻ്റെ സായാഹ്ന സമയത്ത് ഒന്നുമല്ലാതാകുന്നവർ, അല്ലേ? വീടുകൾ പോലും വൃദ്ധസദനങ്ങൾക്ക് വഴിമാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ. വീടിനൊരു മാറ്റായ വല്യുമ്മ വഴിയിലായി, വഴികളിൽ മിഴിവായ വല്യുപ്പ പിഴയായി, മതിൽ കെട്ടി മറയാക്കി മനമാകെ വിഷമാക്കി, മുനക്കൂർത്ത വാക്കിൻ്റെ മുള്ളാൽ മുറിവാക്കി. ലിറ്ററസി കൊടുക്കണ്ടേ, ബോധവൽക്കരണം നടത്തണ്ടേ? പ്രായം ചെന്ന ആളുകൾ ഒരായുഷ്കാലത്തിൻ്റെ ജീവിതാനുഭവങ്ങളുമായി നമുക്ക് തിരിച്ചറിവ് പ്രദാനം ചെയ്യേണ്ട ആളുകൾ അരികുവൽക്കരിക്കപ്പെടാൻ പാടുണ്ടോ? ഒറ്റപ്പെടാൻ പാടുണ്ടോ? ഐക്യരാഷ്ട്രസഭയ്ക്കും സർക്കാർ സംവിധാനങ്ങൾക്കും സന്നദ്ധ സംവിധാനങ്ങൾക്കുമൊക്കെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പലതും നൽകാൻ കഴിയും. പക്ഷേ ഇമോഷണൽ കോഷ്യൻ്റ്, അതിൻ്റെ വൈകാരിക തല അറ്റാച്ച്മെൻറ്റിനെ ഉറപ്പുവരുത്തിക്കൊണ്ട് ആത്മാർത്ഥമായ സംരക്ഷണ പരിചരണം ഒരുക്കാൻ ആർക്കാണ് കഴിയുക? പടച്ചുറബിനെ കുറിച്ചുള്ള ചിന്ത, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ സംബന്ധിച്ചുള്ള ബോധം. 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാ 23-24 സൂക്തം വായിക്കുന്ന ഒരു പഠിതാവ്, ആ പഠിതാവിന് പ്രായം ചെന്ന തൻ്റെ മാതാപിതാക്കളെ, വയോജന വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കാൻ കഴിയും. വഖല്ലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. ആകാശഭൂമികൾക്കിടക്ക് അതിപ്രധാനമായ ആദർശബോധ്യം അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ് എങ്കിൽ ഈ ഭൂമിയിൽ മനുഷ്യർക്കിടക്ക്, മനുഷ്യബന്ധങ്ങളിൽ നിർവഹിക്കേണ്ട പ്രഥമവും പ്രധാനവുമായ ബന്ധവിശുദ്ധി നിനക്ക് ജന്മം നൽകിയിട്ടുള്ള മാതാവും കാരണക്കാരനായ പിതാവിനോടുമായിരിക്കണം. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് പറയാം. അത് വിശുദ്ധ ഖുർആനിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത്. മാത്രവുമല്ല, വളരെ ഫിലോസഫിക്കലായ, സൈക്കോളജിക്കലായ, മനഃശാസ്ത്രപരമായ സമീപനം ആയത്തിൽ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, നിന്റെ അരികിൽ വെച്ച് നീ ജീവിച്ചിരിക്കെ നിന്റെ മാതാവോ പിതാവോ, ഔ കിലാഹുമാ ബോത്താർ, അവർ ഒരുമിച്ച് രണ്ടുപേരും കൂടി പ്രായം ചെന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ, ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, ഛേ എന്ന വാക്ക് പോലും നീ പറയരുത് എന്ന. ഛേ എന്ന വാക്ക് ശുദ്ധ ഖുർആനിൻ്റെ ആയത്താണ്. ആ ആയത്തിൻ്റെ വിശകലനമാണ് പ്രവാചക ജീവിതം. 10-9 വർഷത്തോളം പ്രവാചകന് ഖിദ്മത്ത് ചെയ്ത, സേവനം ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സാമീപ്യ സഹവാസത്തെക്കുറിച്ച് പറഞ്ഞത്, സേവകനാണ്, ഖാദിമാണ്, എന്നോട് ഇത്ര കാലത്തിനിടക്ക് നീ എന്തേ അങ്ങനെ ചെയ്ത്, എന്തേ ഇങ്ങനെ ചെയ്യാത്തത് അടക്കം എന്നൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല എന്നാണ്. അതിലെ സേവകനോട് പോലും പറഞ്ഞിട്ടില്ല പ്രവാചകൻ എന്ന. അപ്പോൾ പിന്നെ മാതാപിതാക്കളൊക്കെ എത്രത്തോളം ആദരിക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെ പറയാം, ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, എന്ന വാക്ക് പറയാൻ പാടില്ല. വഖുൽ ലഹുമാ എന്നിട്ട് പറയാം, ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ, അവരുമായിട്ട് നീ കയർക്കാൻ പാടില്ല. വഖുൽ ലഹുമാ ഖൗലൻ കരീമ, നോബിളായി വളരെ മാന്യമായ വാക്യം നീ പറയാൻ പാടുള്ളൂ എന്നാണ്. ആലോചിച്ച് നോക്ക്, ഈ ആയത്തിൻ്റെ ആശയമൊക്കെ കിട്ടിയാലേ സ്റ്റിക്കർ ചെയ്ത് വെക്കും. കാരണം ഈ ആശയത്തെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് സമൂഹം. അടുത്ത ആയത്തിൽ വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, നിന്റെ കാരുണ്യത്തിൻ്റെ എളിമ ചിറക് നീ താഴ്ത്തി കൊടുക്കണം കേട്ടോ. വഖുൽ, നീ പ്രാർത്ഥിക്കുകയും വേണം, റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറ, പടച്ച റബ്ബേ, എൻ്റെ ചെറുപ്രായത്തിൽ ജീവിതത്തിൻ്റെ അർത്ഥം എനിക്ക് പഠിപ്പിച്ചു തന്ന, എൻ്റെ ജീവിതത്തിൻ്റെ സാഫല്യത്തിന് വേണ്ടി പരിശ്രമിച്ച, ഒന്നുമല്ലാത്ത കാലത്ത് എനിക്കെല്ലാമായി തീർന്ന എൻ്റെ ഉമ്മയും ഉപ്പയും പ്രായത്തിൻ്റെ അവശതയിലാണ്.
അവരുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു, അവരുടെ തേജസ്സും ഓജസ്സും എൻ്റെ ശരീരത്തിലാണ്. എന്നാൽ അള്ളാഹു അവർക്ക് നീ കാരുണ്യം ചെയ്തു കൊടുക്കണമേ എന്ന് പറഞ്ഞു വരുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ആ വെളിച്ചം എത്രമേൽ ഹൃദ്യമാണ്. അവർക്ക് മാത്രമല്ല, മറ്റ് നിരാലംബരായ എല്ലാ മനുഷ്യർക്കും നമസ്കാരത്തിൻ്റെ പൂർണ്ണരൂപം പഠിപ്പിക്കാത്ത ഖുർആൻ, ഹജ്ജിൻ്റെ പൂർണ്ണരൂപം പഠിപ്പിക്കാത്ത ഖുർആൻ, നോമ്പിൻ്റെ പൂർണ്ണ വിധിവിലക്കുകൾ കൈമാറാൻ ആയത്തുകൾ പൂർണ്ണമായി മാറ്റിവെക്കാത്ത വിശുദ്ധ ഖുർആനാണ്. 80-ാം അധ്യായം സൂറത്ത് അബസയിലെ 1 മുതൽ 10 വരെയുള്ള ആദ്യത്തെ 10 സൂക്തങ്ങൾ മാറ്റിവെച്ചത് കണ്ണ് കാണാത്ത അന്ധനായ ഉമ്മി മക്തൂമിന് വേണ്ടിയാണ്. അഥവാ ശബ്ദമില്ലാത്തവരുടെ ശബ്ദാകാൻ, മാറ്റി നിർത്തപ്പെട്ടവരെ ചേർത്ത് പിടിക്കുകയാണ്, അരികുവൽക്കരിക്കപ്പെടുന്നവരുടെ അത്താണിയാകാൻ. സൂറത്ത് അബസയിലെ ആദ്യ 10 സൂക്തങ്ങൾ കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യരെ പരിഗണിക്കാതെ, പരിചരിക്കാതെ, ചേർത്ത് പിടിക്കാതെ, അറിയാതെ, കണ്ണുകൊണ്ട് കാണാത്ത പടച്ചറബിനെ ആരാധിക്കുന്നു എന്ന ആവേശ ആരാധനകൾ അർത്ഥം നഷ്ടപ്പെട്ട ആത്മീയതയുടെ ഭാഗമാണ് എന്നാണ്. ആത്മാർത്ഥമായി അള്ളാഹുവിനെ ആരാധിക്കുന്നു എങ്കിൽ കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യരെ, അത് മാതാപിതാക്കളാകാം, അയൽവാസികളാകാം, കൂടെയുള്ളവരാകാം, അവരെ കണ്ണുകൊണ്ട് കാണാൻ കഴിയണം. കണ്ണുകൊണ്ട് മാത്രമല്ല, ആ കാഴ്ച ബസീറത്ത് കൊണ്ടാണ്. ബസറും ബസീറത്തും ഖുർആൻ ചർച്ച ചെയ്തിട്ടുണ്ട്. സൈറ്റ് വിത്ത് ഇൻസൈറ്റ് എന്നാ പറയൽ. കണ്ണാലല്ല, അകക്കണ്ണിൻ്റെ വെളിച്ചം കൊണ്ടേ കാണാവൂ. മുന്നിൽ കാണും മികവല്ലതിനും പിന്നിലെ അറിവേ നേരാവൂ. കണ്ണാലല്ല, അകക്കണ്ണിൻ്റെ. അപ്പോൾ കാഴ്ചകൾ കാഴ്ചപ്പാടുകളായി മാറും. ആ രൂപത്തിൽ കാണാൻ വിശുദ്ധ ഖുർആൻ അറിയിക്കുകയാണ്. അങ്ങനെ ഓരോന്നും വളരെ കൃത്യമായിട്ട്, ഇങ്ങനെ വളരെ മനോഹരമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ അധ്യായങ്ങൾ, ആയത്തുകൾ, അധ്യായ നാമങ്ങൾ, ആയത്തുകളിൽ ആശയങ്ങൾ, ഇതൊക്കെ ആത്മാർത്ഥമായിട്ട് നമ്മളൊരു ആവർത്തി വായിച്ചു കഴിഞ്ഞാൽ നമ്മിലേക്കും മറ്റുള്ളവരിലേക്കും, അഥവാ നമ്മളിങ്ങനെ കത്തും. അതാണ് സൂര്യനെ പോലെയാണ്, നമ്മൾ ചന്ദ്രൻ പോലാവുക. സൂര്യൻ സ്വയം കത്തുന്നത് എന്നാണ്. അപ്പോൾ നമ്മളിങ്ങനെ വെളിച്ചം ഇങ്ങനെ സ്വയം നമ്മളടുത്ത് നിന്നാൽ തന്നെ, സഹവസിച്ചാൽ, സംസാരിച്ചാൽ, പെരുമാറിയാൽ ഈമാനിൻ്റെ, ഇഖ്ലാസിൻ്റെ, തഖ്വയുടെ, തർബിയത്തിൻ്റെ, തസ്കിയത്തിൻ്റെ, തൗഹീദിൻ്റെ, തവക്കുലിൻ്റെ ഒരു വെളിച്ചം അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കിട്ടും. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ആളുകളും അങ്ങനെ ആ വെളിച്ചത്തിനനുസരിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ വെളിച്ചങ്ങളായി മാറുന്ന അവസ്ഥ ഉണ്ടായിത്തീരും. ഇനിയും ഞാൻ അവസാനിപ്പിക്കുകയാണ്. പുതിയ കാലം, കുട്ടികൾ, കൗമാരം, ടീനേജ്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമുക്കറിയാം. താമരശ്ശേരിയിലെ ഷഹബാസ് കൊല്ലപ്പെട്ടത് നെഞ്ചക്ക് കൊണ്ട് അവനെ ഇടിച്ചു വീഴ്ത്തിയെന്നാണ്. SLCക്ക് പഠിക്കുന്ന 10ാം ക്ലാസ്സിലെത്തിയിട്ടുള്ള ഷഹബാസ് കൊല്ലപ്പെട്ടത്. ആ കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഐക്കൺ കൊറിയൻ മൂവിയിൽ ഏതൊക്കെയോ വയലൻസ് മൂവിയുടെ ഐക്കണായിരുന്നു അന്വേഷണത്തിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരം വെഞ്ഞാറമ്മാട് അഫാനെ നമ്മൾ ഇസ്ലാമിക ലോകത്തിൻ്റെ 3ാമത്തെ ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അങ്ങനെയാണ് അഫ്ഫാൻ്റെ പേര് പരിചയമെങ്കിൽ പിന്നെ അഫ്ഫാൻ്റെ പേര് വലിയ ചർച്ചയായത് തിരുവനന്തപുരം വെഞ്ഞാറമൂട് കേസിൽ നിന്നാണ്. ഒരു കുടുംബത്തിലെ 4-5 ആളുകളെ, ഉടപ്പിറപ്പുകളെ, രക്തബന്ധത്തിൽപ്പെട്ടവരെ വെട്ടുവീഴ്ത്തുക. കൊട്ടേഷൻ സംഘത്തിന് ഒരു 3-4 ആളുകളെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്താൽ അവർ വരെ ചോദിക്കും, വിൽ ടേക്ക് 6 more months, 5 more months, ഒരു 5-6 മാസമെങ്കിലും വേണ്ടി വരും. 24 മണിക്കൂർ കൊണ്ട് 4-5 ആളുകളെ കൊന്നു കളയുകയാണ്, വളരെ വേണ്ടപ്പെട്ട ആളുകളെ. ഇങ്ങനെയുള്ള വല്ലാത്ത അവസ്ഥകൾ മനുഷ്യനെന്ത് ചെയ്യാണ്? ദേഷ്യം, വാശി, പക, അതിലേക്ക് നയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധമായിട്ട് എന്ത് ലൈറ്റാണ് നമ്മളെടുത്തുള്ളത്, എന്ത് സൊല്യൂഷനാണ് നമ്മളെടുത്തുള്ളത്? കുട്ടികൾക്ക് നമ്മൾ നല്ല വാക്കുകൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ? വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തോട് പറഞ്ഞു കൊടുക്കാറുണ്ടോ? 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 134-ാമത്തെ ആയത്തിൽ അങ്ങനെ ഒരു ആയത്തുണ്ട്, അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറാഅ്. പ്രയാസമുള്ള സമയത്തും സന്തോഷമുള്ള സമയത്തും സമ്പന്നതയിലും ദാരിദ്ര്യത്തിലുമൊക്കെ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണ് അക്കൂട്ടർ. വൽകാളിമീനൽ ഗൈള, ദേഷ്യം, പക അടക്കി പിടിക്കുന്നവരാണ് എന്നാണ്. എന്നാൽ സിനിമകളുടെ പ്രമേയം എന്താ? പക വീട്ടാനുള്ളതാണ്. കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ വയലൻസിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ മക്കൾ റീൽസുകളിലൂടെ റിയൽ ലൈഫ് നഷ്ടപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്, അവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ട് പോലും മാറിക്കഴിഞ്ഞില്ലേ? പണ്ടൊക്കെ പാട്ടിൽ പോലും മിനിമം സദാചാരം ഉണ്ടായിരുന്നു. കാനന ചോലയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രതിവാചകം എന്താ? പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തുകൂടാന്നാണ്. പക്ഷെ അതൊക്കെ മാറി. ഞാനും വരട്ടെ, ആ പാട്ടിൽ തന്നെ എന്തൊക്കെയോ ഒരു ബീഭത്സകമായ അവസ്ഥ ഉണ്ടല്ലേ? മുഖവും ഭാഗക്കണ്ട് മാറി. ഞാനും വരട്ടെ എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു പുന്നാരേന്നാ കൊണ്ടുപോകാൻ. പണ്ടങ്ങനെയാണ്. സിനിമാ ലോകത്തും ആ ലോകത്തൊക്കെ ഒരു മിനിമം കൾച്ചർ, മിനിമം ഒരു മൊറാലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നഷ്ടപ്പെടുത്തി. കുട്ടികൾ ഈ കാണുന്നത് ആവേശം മൂവി, സർക്കാർ സംവിധാനങ്ങൾ വരെ പറയാം അത് കുറച്ച് ഓവറായിന്ന്. ഇതിൻ്റെ എല്ലാ ഓശാനും ചെയ്യുന്ന കൺസെപ്റ്റും കാഴ്ചപ്പാടുള്ള ആളുകൾക്ക് വരെ ആ ജാതി ഓവറായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ആ ഓവറായിൻ്റെ ഓവർ എത്രത്തോളം എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, മനസ്സിലായില്ലേ?
അത് ചിന്തിച്ചാൽ ആ പിടുത്തം കിട്ടും. ലിബറലിസം ഇതുമായി ബന്ധപ്പെട്ട LGBTQ ലെസ്ബിയൻസും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ന്യായീകരണം കണ്ടെത്തുന്നവർ വരെ ആ വെട്ടും കുത്തും റാത്തീബും പരിപാടിയും കുറച്ച് ഓവറായി എന്ന് പറയാം. പാട്ട് പോലും മാറി, കട്ടച്ചോര ജ്യൂസ് അടിച്ച് കുടിക്കുക. നമ്മൾ വെയിലത്ത് കൂൾബാറിൽ കയറിയിട്ട് അല്ലേ കട്ടപ്പാല്, മിൽമ പാല്, ഷാർജ ഷെയ്ക്കും ദുബായ് ഷെയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുടിക്കലാണത്, ചിക്കു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇന്ന് കുട്ടികൾ കേൾക്കണത് കട്ടച്ചോര ജ്യൂസ് അടിച്ച് കുടിക്കുക. എന്താ ലൈന്? വാട്ട് ഈസ് ഇറ്റ്സ് മെസ്സേജ്? എന്താ അതിൻ്റെ മെസ്സേജ്? എന്താ ആ പാട്ട് സമ്മാനിക്കുന്നത്? ഇത് കുട്ടികൾ കേട്ട എന്തായിരിക്കും അവസ്ഥ? അവരുടെ കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്, ബോധ ഉപബോധ മനസ്സിലേക്ക് എന്തൊക്കെയാണ് കയറുന്നത്? ആ സമയത്ത് പാരൻസ്, രക്ഷിതാക്കൾ എന്ന നിലക്ക്, ഖുർആനിൻ്റെ അനുയായികൾ എന്ന നിലക്ക്, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ്, 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 110-ാമത്തെ ആയത്തിൽ ഈ ജനങ്ങൾക്ക് വേണ്ടി പുറത്തു കൊണ്ടുവരപ്പെട്ട ഒരു വിഭാഗം എന്ന നിലക്ക് എന്താണ് നമ്മൾ കുട്ടികളോട്, ആളുകളോട്, നമ്മളോട്, മക്കളോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതാ പറയേണ്ടത്. നമ്മൾ പക വീട്ടാനുള്ളതല്ല മോനെ, ദേഷ്യം പിടിക്കരുത്, പക വീട്ടാനുള്ളതല്ല. പിന്നെന്താ ചെയ്യേണ്ടത്? നമുക്കൊരു ഹോളി ഖുർആനുണ്ട്, പടച്ച റബ്ബിൻ്റെ മെസ്സേജ്, അത് സ്വീകരിക്കണം. അതിൽ അള്ളാഹ് പറയാ വൽ ഖാലിമീനൽ ഗൈള, ദേഷ്യം അടക്കി പിടിക്കുന്നവരാണ്. വൽ ആഫീന അനിൻ നാസ്, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവരാണ്. ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുക. പ്രവാചകൻ കൊടുത്തതിനേക്കാളും വലിയ മാപ്പ് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. എങ്കിൽ ഇതിലെങ്കിലും വിട്ടുവീഴ്ച ചെയ്യണം കേട്ടോ. സഹോദരനോട്, സഹോദരിയോട്, വാപ്പാനോട്, ഉമ്മാനോട്, അയൽവാസിയോട്, സഹപ്രവർത്തകനോട്, സംഘടനാ സുഹൃത്തിനോട് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയണം കേട്ടോ. ഇദ്ഹബു അൻതും തുലഖാ, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഇന്ന് ഇറച്ചി മണക്കുന്ന, മാംസം മണക്കുന്ന, രക്തമൊഴുകുന്ന ദിനമാണ് എന്ന് മക്കാവിജയത്തിൻ്റെ സമയത്ത് പ്രവാചകനെ ജന്മനാട്ടിൽ നിന്ന് ആട്ടി ഓടി പായിപ്പിച്ചവരെ സാക്ഷി നിർത്തി പിന്നീട് പ്രവാചകൻ പറയുക അതാ യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിൻ്റെ ദിനമാണ്. കണ്ടോ എത്രമേൽ പോസിറ്റീവാ പ്രോഫറ്റിക് ലൈഫ്. ബിക്കോസ് അതിൻ്റെ ആശയം നേടിയെടുത്തത് ഖുലുഖുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. അപ്പോൾ ഈ മെസ്സേജാണ് പുതിയ കാല കൗമാര യൗവനങ്ങൾക്ക് കിട്ടേണ്ടത്. ഇനിയുമുണ്ട്, ഞാൻ ടൈം കുറവായതുകൊണ്ട് ചിന്തകളാണ്. നിങ്ങൾക്ക് ഉത്ബുദ്ധരാണ്, നിങ്ങൾ പ്രബുദ്ധരാണ്, നവോത്ഥാനത്തിൻ്റെ അമരക്കാരാണ്. എത്രയോ വർഷമായി വിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചം പദ്ധതിയും അതടക്കമുള്ള ദഅ്വാ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. ഇനിയും റഫറൻസിന് വേണമെങ്കിൽ മക്കളുമായി ബന്ധപ്പെട്ട് എന്താ ചെയ്യുക, എങ്ങനെ ജനങ്ങളെ നന്നാക്കുക? സൂറത്ത് ലുഖ്മാൻ വായിച്ചാൽ മതി. ലുഖ്മാൻ എന്ന ഫിലോസഫർ മക്കളെ യാ ബുനയ്യ, പൊന്നുമോനെ എന്ന് പറഞ്ഞ് മകനെ ഉപദേശിച്ച ഉപദേശങ്ങളിലെല്ലാം ഉണ്ട്. വിശ്വാസമുണ്ട്, അനുഷ്ഠാനമുണ്ട്. വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, മുഖം കോട്ടി നടക്കരുത് കേട്ടോ. സൂറത്തു ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് പരമകാരുണികന് വിധേയപ്പെട്ട അടിമകളുടെ വിശേഷണം പറയാം. അവർ ഭൂമിയിലൂടെ അങ്ങനെ നടക്കുമ്പോൾ ഭൂമിക്ക് ആ കനം തോന്നൂല എന്നാ, ഭൂമിക്ക് ആ കനം ഫീൽ ചെയ്യൂല. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമാ. ഉണ്ടോ, വിവേകിയാണ് വിശ്വാസി, അതേസമയം വിനയമുള്ളവനുമാണ് എന്ന. മക്കൾ ഇപ്പം എന്താ മുസ്ലിം ഉമ്മത്തിൻ്റെ നിക്കാഹ് ചടങ്ങുകൾ, കാര്യങ്ങൾ ഉണ്ടല്ലേ, വലാ പള്ളി, തിരുപ്പള്ളി, അവനാരും നാട്ടിലത്തെ പള്ളി ഓർമ്മ ഉണ്ടാവില്ല. ഞാനെന്ത് ചെയ്യും? ഇത് ക്യാമ്പസിലും അവിടെയും ഇവിടെയും നിക്കാഹിന് പുതിയാപ്പിള വരുന്നിടത്തും കൊണ്ടുപോകുന്നിടത്തൊക്കെ അർമാദിച്ച് ബ്ലോക്ക് ഉണ്ടാക്കി ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, ഇസ്ലാമിക് ലൈഫ് പോയിട്ട് മറ്റുള്ള മതസ്ഥർ വരെ ജീവിക്കുന്ന ഒരു മിനിമം കോമൺ സെൻസ് ലൈഫുണ്ട്. അതിൻ്റെ പരിധിയിലെങ്കിലും നിന്നിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോൾ, കാരണം ഇത് ആശയം നമ്മളെടുത്തിട്ടുണ്ട്, പക്ഷെ ഇതിൻ്റെ പ്രകാശനം നടക്കണില്ല. ഇല്ലേ? ആശയപ്രകാശനം, ആശയപ്രതിനിധാനം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ കൊണ്ടുവരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊന്ന് വിശ്വാസികൾ തമ്മിലുള്ള ബന്ധമാണ്. അല്ലേ? വിശ്വാസികൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ വിഷയത്തിൽ സൂറത്തു ഹശ്ർ 59-ാം അധ്യായം 10-ാമത്തെ ആയത്തുണ്ട്. 59-ാം അധ്യായം 10-ാമത്തെ ആയത്ത്. അപ്പോൾ നമ്മൾ വിശ്വാസികളാണ്, ഒരേ ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നവർ, ഒരേ റബ്ബിനെ ആരാധിക്കുന്നവർ, ഒരേ പ്രവാചകനെ അനുധാവനം ചെയ്യുന്ന ആളുകൾ. എപ്പോഴും നമ്മൾ കാതോർക്കേണ്ട, പങ്കുവെക്കേണ്ട ആയത്ത്. വല്ലദീന ജാഉ മിൻ ബഅദിഹിം, അവർക്ക് ശേഷം വന്ന ആളുകൾ, പ്രവാചകനും സഹാബികൾക്കൊക്കെ ശേഷം വന്ന ആ കണ്ണിയിലൂടെ കടന്നു പോകുന്ന ആരൊക്കെയുണ്ടോ അവരിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. വെളിച്ചത്തെക്കുറിച്ച് പലവിധ വെളിച്ചങ്ങളാണ് ചർച്ച. യഖൂലൂന, അവർ പറയും റബ്ബന ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനില്ലദീന സബഖൂന ബിൽ ഈമാൻ, ഞങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞുപോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്കൊക്കെ നീ പുറത്തു കൊടുക്കണം. അപ്പം മനസ്സ് നോക്കൂ നിങ്ങൾ, പ്യൂരിറ്റി ഓഫ് മൈൻഡ്, ആ മനസ്സിൻ്റെ വിശുദ്ധി നോക്കൂ നിങ്ങൾ. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനു വലാ തജ്അൽ ഫീ ഖുലൂബിനാ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ ഒരിക്കലും ഉണ്ടാക്കരുത് ഗില്ലൻ. ഗില്ല് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഈഗോ, വാശി, ഈർഷ്യത, ദേഷ്യം, ഇല്ലേ, പക, ഇതൊക്കെയാണ് ഗില്ല് എന്ന് പറഞ്ഞാൽ. അതൊന്നും ഉണ്ടാക്കരുത്. ലില്ലദീന ആമനു, വിശ്വസില്ലല്ലദീന ആമനു, വിശ്വസിച്ചവരെ സംബന്ധിച്ച്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവ്, ഇന്നക റഊഫുർ റഹീം, നീ അലിവുള്ളവനാണ്, ആർദ്രതയുള്ളവനാണ്, കാരുണ്യമുള്ളവനാണ് എന്ന് പറയാം. ഏതായത്ത്? 59-ാം അധ്യായം സൂറത്തുൽ ഹശ്റിലെ 10-ാമത്തെ ആയത്താണ്. പിന്നെ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും കേട്ടോ, ഫിനിഷിംഗ് പോയിന്റിലാണ്, എന്ത് പ്രശ്നവും പ്രയാസം വന്നാലും
നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് എന്താ? വിശുദ്ധ ഖുർആൻ നൽകുകയാണ്. ഇതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഉറങ്ങാൻ സമാധാനമായിട്ട് നമുക്ക് ഉറങ്ങാൻ കഴിയും. ശുഭാപ്തി വിശ്വാസത്തോടെ ആത്മീയ ജീവിതം നയിക്കാനും കഴിയും. അതിന് ഖുർആനിൻ്റെ ഒരു പോളിസി ഉണ്ട്. 41-ാം അധ്യായം സൂറത്തു ഫുസ്സിലത്തിലെ 34-ാമത്തെ ആയത്ത്, വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, നന്മയും തിന്മയും സമമാകൂല. നന്മയും തിന്മയും സമമാകൂല. അഥവാ നമ്മൾ ഖുർആനിൻ്റെ ആളുകളാണ്. ഇത്രത്തോളം ഖുർആൻ കിട്ടാത്ത ഒരാളും നമ്മളും തമ്മിലുള്ള പെരുമാറ്റം അതിൽ വ്യത്യാസം ഉണ്ടായിരിക്കണം എന്നാണ്. നമസ്കരിക്കുന്നവളും നമസ്കരിക്കാത്തവളും, ഖുർആൻ പഠിക്കുന്നവളും ഖുർആൻ പഠിക്കാത്തവളും, ഖുർആൻ പഠിക്കുന്നവനും ഖുർആൻ പഠിക്കാത്തവനും, ഇങ്ങനെ അതൊക്കെ വേരിയേഷൻസ് ഉണ്ടാകണം, വ്യത്യാസം ഉണ്ടാകണം. വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, നന്മയും തിന്മയും സമാകൂല. ഇദ്ഫഅ ബില്ലത്തി അഹ്സൻ, തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണം. ഫൈദല്ലദീ ബൈനക വ ബൈനഹു അദാവ, ആർക്കിടക്കാണോ ശത്രുത പ്രശ്നങ്ങളുള്ളത് എങ്കിൽ കന്നഹു വലിയുൻ ഹമീം, ഉറ്റ മിത്രമായി മാറുന്നാണ്. അഥവാ മനസ്സിൻ്റെ പ്യൂരിഫിക്കേഷൻ അത് നടക്കുമെന്ന് ഖുർആൻ തരുന്ന ഓഫറാണിത്. മുസ്തഫ സിബായി എന്ന് പറയുന്ന ലോകങ്ങളുടെ വലിയൊരു പണ്ഡിതനുണ്ട്. അൽമനാർ മാസികയിൽ അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക ശരീഅത്തിൽ സുന്നത്തിൻ്റെ സ്ഥാനം എന്ന പുസ്തകത്തിൻ്റെ ലേഖനം ആവർത്തിച്ച് ട്രാൻസ്ലേഷൻ നടത്തി വരാറുണ്ട്. മുസ്തഫ സിബായിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ ഉണ്ട്. ആത്മകഥ മാതാ അല്ലമത്തിനിൽ ഹയ, ജീവിത പാഠങ്ങൾ, ജീവിതം എന്നെ പഠിപ്പിച്ചത് എന്ന് അതിലൊരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ ഇസ്ലാമിക ഉമ്മത്തിൻ്റെ ഐക്യത്തെക്കുറിച്ച്, വിശ്വാസികൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയാൻ, നിങ്ങൾ ഏറ്റവും നല്ല ബന്ധം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഹസ്തദാനം അസ്സലാമു അലൈക്കും നമ്മൾ പറയല്ലോ, ആ കൊടുക്കുന്ന ഹസ്തദാനം എന്നാണോ നിങ്ങൾക്ക് ഹൃദയദാനമാക്കാൻ സാധിക്കുക എങ്കിൽ ഈ ഉമ്മത്തിൽ വിള്ളലുണ്ടാകൂല എന്ന, നിങ്ങൾ ധരിച്ച മനോഹരമായ വസ്ത്രങ്ങൾക്ക് സമാനമായി എന്നാണോ നിങ്ങൾക്ക് സൽസ്വഭാവത്തിൻ്റെ നല്ല വസ്ത്രം അണിയാൻ സാധിക്കുന്നത് എങ്കിൽ അന്നു മുതൽ ഈ ഭൂമി ലോകത്തെ ഏറ്റവും നല്ല ഉമ്മത്തായി നിങ്ങൾ പരിവർത്തിക്കപ്പെടുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ പലപ്പോഴും മനുഷ്യ സഹജമായി സാധിക്കുന്നില്ല എന്നതാണ്. മതിൽക്കെട്ടി മറയാക്കി, മനമാകെ വിഷമാക്കി, മുനക്കൂർത്ത വാക്കിൻ്റെ മുള്ളാൽ മുറിവാക്കി അവസ്ഥയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. വിശുദ്ധ ഖുർആൻ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്ത് 10-ാം സൂക്തം, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ സഹോദരങ്ങളാണ്. ഫഅസ്ലിഹു ബൈന അഖ്വൈക്കും, എപ്പോഴും ഇസ്ലാഹാണ് നമ്മളുടെ മുഖമുദ്ര. കാരണം അള്ളാഹിൻ്റെ കാരുണ്യം ആഗ്രഹിക്കുന്നവർ വത്തഖുല്ലാഹ്, അള്ളാഹിനെ സൂക്ഷിക്കണം, ലഅല്ലക്കും തുർഹമൂൻ, കാരുണ്യം ലഭിക്കുന്നവരായേക്കാം എന്നാണ് അവസാനിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ. വലിയ മെസ്സേജുകൾ നമുക്ക് സമ്മാനിക്കുകയാണ്. അതിൻ്റെ പ്രതിനിധാനം നമ്മൾ നിർവഹിക്കുക. പാകിസ്ഥാനിൽ ജനിച്ച് ബ്രിട്ടൻ പൗരത്വം നേടിയ ഒരു ചിന്തകനാണ്. കുറച്ചൊക്കെ ഒരു ലിബറലായി ചിന്തിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം പങ്കുവെച്ചൊരു ആകാംക്ഷ, ഒരു അസ്വസ്ഥത ഉണ്ട്. ആ അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഡെസ്പറേറ്റ്ലി സീക്കിംഗ് പാരഡൈസ്. നിങ്ങൾക്കറിയാം, സിയാവുദ്ദീൻ സർദാറാണ്. സ്വർഗം തേടി നിരാശയോടെ എന്നാണ് അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ. ഇസ്ലാമിക ഉമ്മത്തിനെ, സംവിധാനങ്ങളെ, രാജ്യങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ട് അദ്ദേഹം പങ്കുവെക്കാൻ, സ്വർഗ വഴിയിൽ സഞ്ചരിക്കാൻ ഒരു നോൺ മുസ്ലിം ആഗ്രഹിച്ചിങ്ങനെ വീക്ഷിച്ചു കഴിഞ്ഞാൽ ആരെ കണ്ടാലാണ് പടച്ചറബ്, ഇത് സ്വർഗത്തിൻ്റെ സമാധാന വഴിയാണല്ലോ, കൾച്ചേർഡ് വഴിയാണല്ലോ, മനോഹരമായ വഴിയാണല്ലോ. വാട്ട് എ മാർവലസ് പേഴ്സണാലിറ്റി, വാട്ട് എ സ്പോണ്ടേനിയസ് ബിഹേവിയർ, എത്ര നല്ല സ്വഭാവം, എത്ര നല്ല പെരുമാറ്റം, സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ജീവിത കയറ്റിറക്കങ്ങളിലും പോസിറ്റീവായി ജീവിക്കുന്ന മാനസികാവസ്ഥ ഇതെങ്ങനെയാണ് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ അത് ഇസ്ലാം കൊണ്ട്, ഖുർആൻ കൊണ്ട്, പ്രവാചക ജീവിതം കൊണ്ട് എന്ന് കണ്ടിട്ട്, അങ്ങനെ ഒരാൾ ഒരു സമൂഹത്തെ കണ്ട് എന്നിട്ട് അതുവഴി സ്വർഗത്തിൽ പോകാൻ വിചാരിച്ചു കഴിഞ്ഞാൽ കറണ്ട് സ്റ്റാറ്റസ് ഓഫ് ഇസ്ലാമിക ഉമ്മത്തിൻ്റെ സമകാലിക സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ നിരാശപ്പെടേണ്ടി വരുമെന്നാണ്. അപ്പോൾ ആ അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ റോൾ മോഡലുകളായി മാറണം. സൗദിയിലൊരു സ്കോളറുണ്ട്, ഡോക്ടർ നാജി അർഫാജ് എന്ന അദ്ദേഹത്തിൻ്റെ പേര്. നോൺ മുസ്ലിംസിന് ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ചെറിയ പുസ്തകമുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന ഇരുപ്പിൽ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ അത് കാണും, വായിക്കണം ആ ബുക്ക്. ഹാവ് യു ഡിസ്കവേർഡ് ഇറ്റ്സ് റിയൽ ബ്യൂട്ടി എന്നാണ്. ഹാവ് യു ഡിസ്കവേർഡ് ഇറ്റ്സ് റിയൽ ബ്യൂട്ടി, അതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം നീ കണ്ടെത്തിയിട്ടുണ്ടോന്ന്. ഏതാ ഈ അത് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ, പ്രവാചക ജീവിത, ഇസ്ലാം, അതാണ് അത്. ആ ഇറ്റിന് ഒരുപാട് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളോട് ചോദിക്കുക, നമ്മൾ തന്നെ ഓരോരുത്തർ ചോദിക്കുക, ഹാവ് യു ഡിസ്കവേർഡ് ഇറ്റ്സ് റിയൽ ബ്യൂട്ടി, അതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം നീ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മിൽ എത്ര പേർക്ക് ആത്മാർത്ഥമായി ആത്മവിശ്വാസത്തോടെ ഉത്തരം പറയാൻ സാധിക്കും? നമുക്കും നമ്മുടെ മക്കൾക്കും ഇണകൾക്കുമൊക്കെ, ആരാണോ നമുക്കുമായി ബന്ധപ്പെട്ടവരും വേണ്ടപ്പെട്ടവരുമെങ്കിൽ അവർക്കൊക്കെ പറയാൻ സാധിക്കുമോ ഇല്ലേ? എന്നാൽ പറയാൻ പറ്റുന്ന ഒരു 100ഓളം ആളുകളെ നിങ്ങൾ വീട്ടിൽ ചെന്ന് റെഫർ ചെയ്തിട്ടൊന്ന് നോക്കുക. ഗൈഡഡ് ബൈ ഹോളി ഖുർആൻ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. കുവൈത്തിലെ ഒരു ഖുർആൻ പ്രചാരകനും പണ്ഡിതനുമാണ് ഫഹദ് അൽ കന്ദ്രി എന്ന് പറയും. ഫഹദ് അൽ കന്ദ്രി ഓരോ റമദാൻ സീസണിലും ഖുർആനുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ പ്രൊജക്റ്റുകൾ നടപ്പിലാക്കും. ചില സമയത്ത് ഈ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഹിഫ്ളുൽ ഖുർആൻ
വേൾഡ് വൈഡ് ആയിട്ടുള്ള ഹിഫ്ളുൽ ഖുർആൻ സ്ഥാപനങ്ങൾ സന്ദർശിക്കും. പിന്നെ കഴിഞ്ഞ റമദാൻ സീസണിൽ ഖുർആനും ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. 3 റമദാൻ സീസണിൽ അദ്ദേഹം നടപ്പിലാക്കിയത് വിശുദ്ധ ഖുർആനിൻ്റെ ഇന്ന ആയത്തിലൂടെ സ്വാധീനിക്കപ്പെട്ട് ഇസ്ലാം സ്വീകരിച്ച ആളുകളുമായി ഇൻ്റർവ്യൂ നടത്തിയിട്ട് ഓരോ നോമ്പിലും ഓരോരുത്തരങ്ങനെ പരിചയപ്പെടുത്തുക. നൂൻ എന്ന് പറയുന്ന സൈറ്റിലാണ്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഗൈഡഡ് ബൈ ഹോളി ഖുർആൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അറബിയിൽ ഇഹ്തദൈതു ബിൽ ഖുർആൻ എന്ന് അടിച്ചാൽ ഓരോരുത്തരെയും കാണാം. അതിൽ ചങ്ങരംകുളം പ്രസ്ഥാനത്തിൻ്റെ സ്റ്റേറ്റ് സമ്മേളനത്തിൽ ചീഫ് ഗസ്റ്റായിട്ട് പങ്കെടുത്ത യൂസുഫ് എസ്റ്റേറ്റ്സുമായിട്ടുള്ള അഭിമുഖമുണ്ട്. ബ്രിട്ടൻ്റെ മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയറിൻ്റെ ഭാര്യ സഹോദരി സാറാ ബൂത്തുമായിട്ടുള്ള അഭിമുഖമുണ്ട്. ഹോളണ്ടിലെ ഒരു ലഹരി വിൽപ്പനക്കാരനുമായിട്ട് പിന്നെ ഒരു അഭിമുഖമുണ്ട്. ബ്രിട്ടനിലെ ഒരു പോലീസ് ഓഫീസറുമായിട്ട് അഭിമുഖമുണ്ട്. അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹാവ് യു ഡിസ്കവേർഡ് ഇസ്രയേൽ ബ്യൂട്ടി? കണ്ടെത്തിയ ആളുകളെ കണ്ടെത്താൻ നമുക്ക് കഴിയും. അതിലൂടെ പലതിലേക്കും നമുക്ക് പ്രവേശിക്കുവാനും സാധിക്കും. അപ്പോൾ അതിൽ ഗൈഡഡ് ബൈ ഹോളി ഖുർആൻ, അതിൽ ഈ ബ്രിട്ടനിലെ പോലീസ് ഓഫീസർ പറയുന്നുണ്ട്, എനിക്ക് പടച്ച റബ്ബുമായിട്ടുള്ള ആ ബന്ധം അഭേദ്യമായി തീർന്നത്, അല്ലെങ്കിൽ ഖുർആനിനോട് വല്ലാത്തൊരു ആഭിമുഖ്യം തോന്നിയത്, ആ സ്വാധീനിക്കപ്പെട്ട ഇമ്പാക്റ്റ് ചെയ്ത ആയത്ത് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ 96-ാം അധ്യായം സൂറത്തുൽ അലക്കിലെ 19-ാമത്തെ ആയത്ത്, ഫൈനൽ വേഴ്സ് ഓഫ് ദാറ്റ് ചാപ്റ്റർ, ആ അധ്യായത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ആയത്ത് വസ്ജുദ് വഖ്തരിബ്, അഥവാ സുജൂദ് ചെയ്ത് സാഷ്ടാംഗം നമിച്ച് പടച്ച റബ്ബിലേക്ക് അടുക്കുക എന്നതാണ്. കാരണം തല ഉയർത്തി പിടിച്ച് നടക്കുക മനുഷ്യൻ്റെ നാച്ചുറൽ പ്രകൃതം അല്ലേ. തല കുനിക്കാൻ നമ്മൾ എന്നാൽ പടച്ചോൻ്റെ മുമ്പിൽ തല കുനിക്കുന്ന സമയത്തുണ്ടാകുന്ന വല്ലാത്ത ഒരു അഭിനിവേശം. അപ്പോൾ തല കുനിച്ച് സുജൂദിലാകുക. നമ്മുടെയൊക്കെ സുജൂദുകൾ റുക്കുവകളൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം. അപ്പം ഇന്നിപ്പോൾ ജുമാക്ക് പങ്കെടുത്തപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ സഹപ്രവർത്തകരോട് ഇങ്ങനെ ഞാൻ പറയുമായിരുന്നു, ആ ഇടയിലെ ഇരുത്തത്തിലും അതേപോലെ റുക്കുവിലും ചൊല്ലാൻ പറ്റുന്ന ഫുള്ളായിട്ട് ചൊല്ലാൻ കഴിയില്ല. ഒരുതരം വന്ദേ ഭാരതിന് ഞങ്ങൾക്ക് അറിയാമല്ലോ, വന്ദേ ഭാരത് ഇൻ്റർസിറ്റിയൊക്കെ. അപ്പോൾ ആ ജാതി സ്പീഡിലാണ് പോണത്. കാരണം ഇടയിലെ ഇരുത്തവും എഴുത്തിദാലും സുജൂദും റുക്കുവൊക്കെ പ്രവാചകൻ്റെ ഏകദേശം ഒരേപോലെയായിരുന്നു എന്നാണ്. നമസ്കാരം തെക്ബീർ മുതൽ സലാം വീട്ടുന്നത് വരെ വടകരനെ ഖുതുബ, ആ വിഷയം കംപ്ലീറ്റ് റെഫർ ചെയ്ത് ഫസ്റ്റ് ടു ലാസ്റ്റ് നിരവധി ഖുതുബകളായിട്ട് അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ ഹദീസിൽ അങ്ങനെ ഉണ്ട്. നമ്മൾ എഴുത്തിതാൽ എന്താ നിന്നോ നിവർന്നോ തന്നെ അറിയില്ല, ബൈപ്പാസ് എടുത്താണ്ട് പോകല, സെമിയല്ലാലിമൻ അമിതാണ്ട് എത്തൂല, അപ്പോൾ അതിന് സുജൂദിലേക്കാണ്ട് പോകാൻ ശ്രമിക്കല. ഇടയിലെ ഇരുത്തത്തിൽ 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, റബ്ബി ഗഫർലി വജുബുന്നി വർഫായിനി വർസുക്കിനി എന്നൊക്കെ തുടങ്ങുന്ന കാര്യങ്ങളാണ്. ഏതായിരുന്നാലും അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ആര് ഈ ബ്രിട്ടനിലെ പോലീസ് ഓഫീസർ, അദ്ദേഹം കരയാണ്, വസ്ജുദ് വഖ്തരിബ്. അള്ളാഹ് പറഞ്ഞില്ല, അഖ്റബുമായ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി ഇദാ കാന സാജിദ. സുജൂദിലൂടെ സ്വർഗത്തിലേക്ക് പടച്ച റബ്ബുമായി സൃഷ്ടാവുമായി അഭേദ്യമായ ബന്ധമുണ്ടാകുന്നത് സുജൂദ് ചെയ്യുന്ന സമയത്താണ് എന്ന് പറയും. അങ്ങനെ ഓരോരുത്തരും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ഗൈഡഡ് ബൈ ഹോളി ഖുർആൻ എന്നതിലൂടെ. അപ്പോൾ ക്ലോസ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് നിങ്ങൾ കൂടിയവർക്ക് സ്വന്തത്തിലും ബാധ്യതയുണ്ട്, കുടുംബത്തിലും ബാധ്യതയുണ്ട്, സമൂഹത്തോടും ബാധ്യത നിർവഹിക്കാനുണ്ട്. ആ ബാധ്യത ത്രൂ ഔട്ട് ഹോളി ഖുർആൻ, വിശുദ്ധ ഖുർആനിലൂടെ നിർവഹിക്കാനാണ് ഇന്ന് ഇവിടെ ഈ ഒരുമിച്ച് കൂടൽ എന്ന് പറയുന്നത്. 6 ബാധ്യത ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. തിലാവത്തുഹു, ഹിഫ്ളുഹു, ദിറാസത്തു മആനി, തദബ്ബുറുഹു, തത്ബീഖുഹു, തബ്ലീഗുഹു. ഇത്രയാണ് പറയാൻ. ഫൈനൽ പോയിൻ്റായിട്ട് ഇതിൻ്റെ കോർഡിനേറ്റേഴ്സിനോടും കൂടിയ ആളുകളോടും സർവോപരി എന്നോടും എനിക്ക് ബോധ്യപ്പെടുത്താനും ഓർമ്മപ്പെടുത്താനുള്ളത്, വിശുദ്ധ ഖുർആനിനോട് മുസ്ലിം ഉമ്മത്ത്, ഖുർആനിൻ്റെ അനുയായികൾ എന്ന നിലയ്ക്ക് മരിക്കുവോളം നമ്മളും മക്കളും ഒക്കെ നിർവഹിക്കേണ്ട സംഗതി ഇതാണ്. തിലാവത്തുഹു, വിശുദ്ധ ഖുർആനിൻ്റെ തിലാവത്ത് പാരായണം നടക്കണം. എന്ന് സുബൈക്ക് ശേഷം എഴുന്നേൽക്കാനുള്ള ആരോഗ്യം പടച്ച റബ്ബ് നൽകി. അത് നഷ്ടപ്പെട്ട എത്രയെത്ര ആളുകൾ. ഗസയുടെ അവസ്ഥ നമുക്കറിയാം, രാജ്യത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം, എല്ലാം നഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ നഷ്ടപ്പെട്ടവരൊക്കെ നമുക്കറിയാം. അള്ളാഹ് ആയുസ് നൽകി, ആരോഗ്യം നൽകി, അനുഗ്രഹം നൽകി. ജുമാക്കടക്കായിട്ട് ഒരു 5 ആയത്ത് പോലും പാരായണം ചെയ്യാൻ കഴിയാത്ത ആളുകളാണ് ഇതിൻ്റെ പ്രചാരകരാകാൻ പോകുന്നത് എങ്കിൽ, ഒന്നാമതായിട്ട് നിങ്ങൾ തിലാവത്തു, വിശുദ്ധ ഖുർആൻ്റെ പാരായണം സുബൈക്ക് ശേഷം, മഗ്‌രിബിന് ശേഷം, ഓഫീസ് ടൈമിൽ എവിടെയെങ്കിലും ഇരുന്ന് സോഫ്റ്റ്വെയർ ഹാർഡ് കോപ്പി ഓപ്പൺ ചെയ്ത് വായിക്കുന്ന ശീലം ഉണ്ടാക്കണം. ഒരു 5 മിനിറ്റെങ്കിലും കുട്ടികളോട് പറയണം, ഒരു 5 മിനിറ്റ് ഓതണം, ഒരു 10 മിനിറ്റ് ഓതണം. ഹിഫ്ളു, അത് മനഃപ്പാടമാക്കുക. ഒന്നാകെ മനഃപ്പാടമാക്കാൻ സാധിച്ചില്ലെങ്കിലും നിശ്ചിത സൂറത്തുകൾ മനഃപ്പാടം ഉണ്ടാകണം. പള്ളിയിലൊരു ജമാഅത്ത് കഴിഞ്ഞാൽ അടുത്ത ജമാഅത്തിന് കയറുന്ന സമയത്ത് ഔലിൻ്റെ അവിടെ തിരിഞ്ഞളിക്കേണ്ട അവസ്ഥ ഉണ്ടാകരുത് എന്ന് നമ്മൾ പറയും. കാരണം ഇതപ്പം ഞാൻ കയറിയ എൻ്റെ ഇമാമർത്തുന്നാണ്. അപ്പോൾ കാരണം ഒരു തബ്ബത്ത് പോലും ഉണ്ടാവില്ല. കുല്യാൽ കാഫിറിന് ഓതിയാൽ അമ്മാലത്തല്ല അത്തബിൽ അവസാനിപ്പിക്കേണ്ട അവസ്ഥ ആകും. ഒരു വല്ലുഹ പോലും ഉണ്ടാകൂല. പേടിച്ചിട്ട് അവിടെ തിരിഞ്ഞഴിച്ച് അവിടെ സ്റ്റാർട്ട് ചെയ്താൽ കയറിയിട്ട് പോയി മാമക്കും. അതല്ലെങ്കിൽ മസ്ജിദിൻ്റെ വലത്തേ സൈഡിലെ ചുമരിനോട് അടുപ്പിച്ചാണ് നിൽക്കുക. ചുമര് പൊളിച്ചിട്ട് പിന്നെ വലത്തേ സൈഡിൽ മൗമും ഉണ്ടാവില്ല. ആ ധൈര്യത്തിൽ എന്ത് ചെയ്യുക? അപ്പോൾ ഈ ജാതി കലാപരിപാടികളൊക്കെ അവസാനിപ്പിച്ച് കാര്യബോധവും കാഴ്ചപ്പാടും കാലത്തിൻ്റെ മുന്നിൽ നടക്കുന്നവരാണ്. അതുകൊണ്ട് മിനിമം 5 ജുസ് എങ്കിലും ഒരായുഷ്കാലത്തിനിടയ്ക്ക് എൻ്റെ കയ്യിൽ ഹിഫ്ള് ഉണ്ടാകണം. കാരണം സുബഹിസ്കാരത്തിൽ വരെ കുൽഹുവല്ലാഹു ഇന്നാഴ്ത്തനാക്കി ഓതേണ്ട അവസ്ഥ എനിക്കുണ്ടാകാൻ പാടില്ല. സൂറത്ത് പോരായിട്ടല്ല, മറിച്ച് മന്നാസിയാത്തുണ്ട്, അബസുണ്ട്, വൈലുൽ മുത്തഫിഫീനുണ്ട്, ഇദസ്സമാഉൻ ഷഖത്തുണ്ട്, സബ്ബിസ്മക്ക് താഴേക്ക് മുഴുവനായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഹിഫ്ളുഹു, പറ്റാവുന്നതൊക്കെ മനഃപ്പാടമാക്കുക.
അതേപോലെ തന്നെ ദിറാസത്ത് മാനി, അതിൻ്റെ ആശയം പഠിക്കുക. നിങ്ങൾ ഈ കൊണ്ടുപോകുന്ന ആളുകളൊക്കെ ഫസ്റ്റ് ടു ലാസ്റ്റ് മുഴുവൻ പേജും ഇപ്പം നിങ്ങൾ ഈ പ്രകാശം നിർവഹിച്ചില്ല. അപ്പോൾ ഈ ബുക്ക് 2 ചട്ടക്കുള്ളിലാക്കാൻ വേണ്ടി എത്ര അധ്വാനം ഉണ്ടാകും. അമാനി മൗലിൻ്റെ ഒക്കെ ചരിത്രം വായിക്കുമ്പോൾ ആ തഫ്സീറിൻ്റെത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്ര അന്ന് പിന്നെ ഈ ജാതി ഡിജിറ്റൽ സൗകര്യം എയോ ChatGPT ചാറ്റ് ബോട്ടോ സംവിധാനമൊന്നും ഇല്ലല്ലോ. മണ്ണെണ്ണ വിളക്കിനെടുത്തിരുന്ന ഒരു ആയുഷ്കാലം മുഴുവൻ ഖുർആൻ്റെ തഫ്സീർ എഴുതാൻ ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി, പറപ്പൂർ, ഇവരൊക്കെ നമ്മളോട് ആരും ഖുർആനുമായി ബന്ധപ്പെട്ടൊരു ലേഖനം ഉണ്ടാക്കാനോ ഇന്ന സൂറത്തിൻ്റെ തഫ്സീർ എഴുതാനോ പറഞ്ഞിട്ടില്ല. രചിക്കപ്പെട്ട എഴുതപ്പെട്ട പ്രകാശിതമായ ബുക്ക് ഒരാവർത്തിച്ച് നമ്മളും മക്കളൊക്കെ ഒരുമിച്ചിരുന്ന കേൾക്കുന്ന രൂപത്തിൽ ഇങ്ങനെ വായിച്ച് വിത്തിൻ 1 month or 2 months 1-2 മാസം കൊണ്ട് ഇന്ന ഇത്രാമത്തെ പതിപ്പ്, മൂന്നാമത്തെ പതിപ്പ് എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഫ്ലാറ്റിൽ, എൻ്റെ മക്കളിൽ സുബൈക്കേശ്വർ 5 മിനിറ്റ് ഓവറാക്കും വേണ്ട. മനസ്സിലായില്ല? ദീൻ എന്ന് പറഞ്ഞാൽ ലളിതാണ്. ഓവറാക്കിയിട്ട് വാപ്പാൻ്റെ ഈമാൻ മക്കൾക്ക് ഉണ്ടാവില്ല, അത് മനസ്സിലാവണം. ഈച്ച് എവരി ഹ്യൂമൻ യുണീക്ക്, എല്ലാവരും വ്യത്യസ്തരാണ്. ഭാര്യൻ്റെ ഈമാൻ ഭർത്താവിനുണ്ടാവില്ല, ഭർത്താവിൻ്റെ ഈമാൻ ഭാര്യക്കും ഉണ്ടാകില്ല. പക്ഷെ അപ്പോൾ അതിനനുസരിച്ചൊരു റേഷ്യോ. ഇന്ന ദീന യുസുറുൻ, ദ റിലീജൻ ഈസ് വെരി ഈസി, മതം എളുപ്പമാണ്. യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ എളുപ്പം ഉണ്ടാക്കുക, പ്രയാസം ഉണ്ടാക്കരുത്. അദ്ദീൻ വൻ നസീഹ, മതം ഗുണകാംക്ഷയാണ്. ഇതാർക്കെങ്കിലും ഒരു ഹെവി ടാസ്ക് ആയാൽ അവിടെ നമ്മുടെ ദഅവത്ത് പരാജയപ്പെട്ടു എന്നാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള മനോഹരമായ സംഗതി. അപ്പോൾ കുടുംബത്തിലൊക്കെ ഇങ്ങനെ ഖുർആനിൻ്റെ 1-2 പേജൊക്കെ വായിച്ച് ആ ഒരു മിനിമം സൈക്കോളജി അനുസരിച്ച് 1-2 മാസം കൊണ്ട് ഇതൊക്കെ ആശയസഹിതം പഠിക്കണം. ചെറിയ മുണ്ടത്തിൻ്റെ പരിഭാഷ ഞാൻ എൻ്റെ ജീവിതത്തിൽ 3 തരം വായന നടത്തി. വിശുദ്ധ ഖുർആനിൻ്റെ 3 തരം. പോയി ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഓരോരുത്തർ നമ്മളൊരു പ്രൊജക്റ്റ്, ഞാൻ നിങ്ങളെ പോലെയാണ്, സംസാരിക്കാൻ കഴിയുന്നത് കൊണ്ട് ഇവിടെ അങ്ങനെ വന്ന് നിന്നേ ഉള്ളൂ. പ്രഭാഷണത്തിൽ ഉപരി പ്രവർത്തനം ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഏതായിരുന്നാലും പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് ബുക്ക് റെക്കോർഡ് ചെയ്യുന്ന അതിൻ്റെ നോട്ട് പാഡിൽ 3 ഐറ്റം തിലാവത്താണ്. ഒന്ന് റമദാൻ ആണെങ്കിലും അല്ലെങ്കിലൊക്കെ തിലാവത്ത് സുബൈക്കേശ കിട്ടുന്ന അവസരങ്ങളിൽ ഓർഡർ അനുസരിച്ച് ഇങ്ങനെ പാരായണം ചെയ്യും. 114 അധ്യായങ്ങളാണ്. ഫാത്തിയ, അൽബക്കറ കഴിഞ്ഞ് 2-25, പിന്നെ 3-ലേക്ക് അങ്ങനെ ഓർഡർ ആക്കി. അപ്പോൾ റമദാൻ്റെ മുമ്പ് തന്നെ 1-2 തവണ വിശുദ്ധ ഖുർആൻ 6000-ൽ പരം ആയത്തുകളിലൂടെ കണ്ണോടിച്ച് കൽബോടിച്ച് കംപ്ലീറ്റ് ഒന്ന് പാരായണം ചെയ്ത് തീർക്കാൻ കഴിയും. പിന്നെ ചെറിയ മുണ്ടത്തിൻ്റെ പരിഭാഷ, അതിനൊരു 5 മിനിറ്റ് അഥവാ രാവിലെ. എന്നിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ഒരു 10 ആയത്തോ 15 ആയത്തോ അർത്ഥസഹിതം വായിക്കും. അതിൻ്റെ നമ്പർ അവിടെ എഴുതി വെക്കും. പിന്നെ ഇംഗ്ലീഷിലൊരു തഫ്സീറുണ്ട്, അപ്പോൾ അതും എന്ത് ചെയ്യും, ആയത്തും അർത്ഥവും വായിക്കും. അങ്ങനെ 3 ടൈപ്പ് വായന. അപ്പോൾ അതെല്ലാം ഒന്നും നമ്മൾ വായിക്കണമെന്നില്ല. തിലാവത്ത് ഉണ്ടാകണം, അതേപോലെ തന്നെ എന്തും വേണം, പിന്നെ അതിൻ്റെ ആശയവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. അതേപോലെ എൻ്റെ ഫാമിലി ലൈഫിൽ ഉറങ്ങുന്നതിന് മുമ്പ് ചെറിയ മുണ്ടത്തിൻ്റെ പരിഭാഷയിൽ നിന്ന് ഒരു സൂറത്തിൻ്റെ അർത്ഥം കുടുംബത്തിൽ ഭാര്യയും മക്കളെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഉറങ്ങുന്നതിൻ്റെ മുമ്പ്, അത് ഓവറാക്കണ്ട. അന്നിപ്പോൾ പ്രസംഗം കേട്ടിട്ട് നിങ്ങൾ വീട്ടിൽ പോയി ഫ്ലാറ്റിൽ പോയിട്ട് ഇത് പ്രാക്ടിക്കലാക്കാൻ നോക്കുമ്പോൾ ഞാൻ പറയും മക്കൾ ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ടാകില്ല. അതൊക്കെ ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. എന്നാൽ ഇനിയും തുടങ്ങാതിരിക്കണ്ട. അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് സൂറത്തുൽ നാസ് 114-ാമത്തെ അധ്യായം അമ്മ ജുസിൻ്റെ അവിടുന്ന് തുടങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും, ഒറ്റ സിംഗിൾ സൂറത്ത്. നമ്മൾ ഈമാൻ്റെ വോൾട്ടേജ് കൂടുതലാണ് എന്ന് വിചാരിച്ച് നമ്മൾ 10 സൂറത്ത് വായിക്കാൻ വിചാരിച്ചാൽ മറ്റുള്ളവർക്ക് മുഷിപ്പാവും. അതിനാണ് സൈക്കോളജി. മതവും മനഃശാസ്ത്രവും മനസ്സിലാക്കിയിട്ടാണ് പുതിയ കാലത്ത് സ്പിരിച്വൽ ലൈഫ് നയിക്കേണ്ടത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്, അല്ലേ? അപ്പോൾ ഇതെന്ത് ചെയ്യുക, എന്നിട്ട് ഒരൊറ്റ നാസ് ഒരു രാത്രി വായിക്കുക. പിറ്റേ ദിവസം രാത്രി ഫലക്ക് 2 മിനിറ്റ് 3 മിനിറ്റ് ഇത്ര 2-3 മിനിറ്റ് കൊണ്ട്. കാരണം കുട്ടികൾ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്, ഉറങ്ങാൻ കിടക്കുന്നതിന് പോയി മൊബൈൽ കാര്യങ്ങൾ, XY ടീം, ജാമിദ ജബ്ബാർമാർ, രവിചന്ദ്രന്മാർ, തോന്നിവാസം, ലിബറലിസം, പലതിലേറെയും കടന്നു വരുന്ന ചിന്തകളെ അവസാനം ഖുർആനിലേക്ക് എത്തിച്ച് വീണ്ടും ഈമാനിനൊന്ന് പുതുക്കിയിട്ട് എന്നിട്ട് ഉറക്ക മര്യാദകളൊക്കെ പാലിച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ ആർക്കും ഉറക്ക കിട്ടും. അതൊരു പ്രത്യേക കലയായി പഠിക്കേണ്ട ആവശ്യമില്ല. അവിടെ അതിൻ്റെ സ്പിരിച്വൽ പാർട്ട്, ആത്മീയ തലം പ്രാവർത്തികമാക്കിയാൽ മതി. അപ്പോൾ ആശയം പഠിക്കുക, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക, പഠിക്കുന്ന ആശയത്തെക്കുറിച്ച് ചിന്തിക്കുക. തദബ്ബുറുഹു, അല്ലേ? ഖുർആനെ കുറിച്ച് ചിന്തിക്കണം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീ ഇഖ്തിലാഫൻ കസീറ. 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 82-ാമത്തെ ആയത്ത്. അവരെന്തേ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാത്തത്, ആലോചിക്കാത്തത്? അതെങ്ങാനും പടച്ച റബ്ബിൻ്റെ സവിധത്തിൽ നിന്നല്ല അവതരിക്കപ്പെട്ടത് എങ്കിൽ ധാരാളം കോൺട്രഡിക്ഷനുകൾ, വൈരുദ്ധ്യങ്ങൾ അതിൽ അവർക്ക് കാണാൻ കഴിയുമായിരുന്നു എന്ന് അവർ ചിന്തിക്കണം. അക്ബർ സാഹിബും ജബ്ബാറും തമ്മിൽ, മലബാർ ജബ്ബാറിനല്ലേ അല്ലേ ജബ്ബാറിനായിട്ടുള്ള സംവാദം നടന്ന്, അക്ബർ സാഹിബും ജബ്ബാറും തമ്മിൽ മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ ഇത് സംവാദം നടന്ന സമയത്ത് സൂറത്ത് നൂറിൽ ആഴക്കടലിലേക്കാണ് മുക്കി ജബ്ബാറിന്. ആ ആയത്ത് നമ്മൾ റമദാനില്ലാത്ത സമയത്തൊക്കെ ഓതി തീർത്തിട്ടുണ്ടാകും. പക്ഷെ ആ സംവാദം കേട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ അതാണ് തദബ്ബുർ എന്ന് പറഞ്ഞാൽ. ഈ ആയത്തിന് ഇത്രമേൽ വിശകലന സാധ്യത ഉണ്ടായിരുന്നോ എന്ന് അപ്പോഴാണ് നമ്മൾ ചിന്തിച്ചു പോയത്. അങ്ങനെയാണ് ഓരോ ആയത്തുകളും ഒഴിമുത്താണ്, മനസ്സിലായില്ലേ? കടലിലേക്ക് ഊളിയിട്ടിറങ്ങുന്നത് പോലെ ഊളിയിട്ടിറങ്ങുമ്പോഴാണ് അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കാന്നാണ്. എന്നാൽ ഖുർആനോട് ചില ആളുകൾ അങ്ങനെ, അവർക്കിങ്ങനെ ആ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഡിസ്റ്റൻസ് പാലിച്ച് ഇങ്ങനെ കടൽ നോക്കിയിരിക്കലായിരിക്കും. അതേപോലെ ചില ആളുകൾ ഖുർആനോട് പഠിച്ച് നല്ല പദ്ധതിയാണ് ചിലേ, കുറച്ച് അകലം പാലിച്ച് എന്ത് ചെയ്യും, കുഴപ്പമില്ല നടത്തിക്കോളി എന്നൊക്കെ അവർക്ക് അങ്ങനെ. വേറെ ചില ആളുകൾക്ക് ഇത് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടാക്കാൻ തോന്നും, അല്ലേ? അങ്ങനെ കൊണ്ടുവച്ചിട്ട് അങ്ങനെ ആ മാസാണ്ട് തീർക്കും.
അങ്ങനെ ഉണ്ട് ഒരു ടീം. ബോട്ടിലൂടെ, കപ്പലിലൂടെ അല്ലെങ്കിൽ തോണിയിലൂടെ കടലിലേക്ക് ഇറങ്ങാൻ. വേറെയുള്ള ആളുകൾക്ക് അതുകൊണ്ടും മതിയാകൂല. അതിൻ്റെ പുറമോടിയൊക്കെ മാറ്റിയിട്ട് തുറന്നിട്ട് അതിൻ്റെ തഫ്സീറൊക്കെ ഒന്ന് വായിച്ച് നമ്മൾ കടലിൻ്റെ അടിത്തട്ടറിയാൻ ആഗ്രഹിക്കുന്ന ആങ്ഷ്യസ് ജിജ്ഞാസ പോലെ തഫ്സീറിലേക്ക് ഊളിയിട്ടിറങ്ങി നേരത്തെ ഞാൻ മേൽ പരാമർശിച്ച പല വെളിച്ചങ്ങളെയും അങ്ങനെ അത് നുകരുകയും പിന്നീട് കുടുംബത്തിലും സമൂഹത്തിലും പകരാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. അതിന് തദബ്ബുർ ഉണ്ടാകണം. അഞ്ചാമത്തേത് തത്ബീഖുഹു, അത് അപ്ലൈ ചെയ്യുക. ഏതൊരു കാര്യം നമ്മൾ ഖുർആനിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കി കൊള്ളണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വിശ്വാസം കിട്ടിയാൽ അത് യഖീനാകണം. അനുഷ്ഠാന മുറകൾ, നമസ്കാരം, സക്കാത്ത്, നോമ്പ്, സ്വഭാവം, സംസ്കാരം, കാര്യങ്ങൾ ഇതൊക്കെ പഠിച്ചോ പിന്നെ നമ്മൾ പ്രാവർത്തികമാക്കണം. വതവാസൗബിൽ ഹഖ് പഠിച്ചോ പിന്നെ ഞാൻ മനസ്സിലാക്കണം എൻ്റെ ദഅവത്ത്, എൻ്റെ പ്രബോധനം, സഹനം, ക്ഷമ, കാര്യങ്ങൾ. അതേപോലെ തന്നെ സ്വഭാവ മര്യാദകളിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഖുർആനിൽ കിട്ടിക്കഴിഞ്ഞാൽ ഷുഡ് ബി പ്രാക്ടിക്കലൈസ്ഡ്, പ്രായോഗവൽക്കരിക്കുന്ന അവസ്ഥയുണ്ടാകണം. അവസാനത്തേത് തബ്ലീഗുഹു, അതിനാണ് ഈ കൂടിയത്. അതും പറഞ്ഞ് അവസാനിപ്പിക്കാം. തബ്ലീഗുഹു അഥവാ അത് എത്തിച്ചു കൊടുക്കുക മറ്റുള്ളവർക്ക്. ബല്ലഗു അന്നി വലൗ ആയ, ഒരായത്തെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് എത്തിക്കണേ എന്ന പ്രവാചകന്റെ അറഫയിലെ വസിയത്ത് ഏറ്റെടുത്തവരാണ് നമ്മൾ. ഒരായത്തെങ്കിലും ബല്ലഗു അന്നി വലൗ ആയ, ഒരായത്തെങ്കിലും എത്തിച്ചോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എത്ര അനുഗ്രഹീതരാണ്. ഈ പഠന പദ്ധതിയുമായി, ഈ പ്രൊജക്റ്റുമായി സഹകരിക്കുന്നതിലൂടെ പരലോകത്ത് പടച്ചറബിൻ്റെ കോടതിയിൽ ഈ വിഷയത്തിൽ ചോദ്യം നേരിടുമ്പോൾ അള്ളാഹുവെ ഇന്ന രൂപത്തിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് പറയാനും പങ്കുവെക്കാനും കഴിയും. അതുകൊണ്ട് ഈ പരിശ്രമ വീതിയിൽ വളരെ സജീവരായി തീരുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഇവിടെ വന്നതിൻ്റെ ലക്ഷ്യം മുനീർ സലഫി പറഞ്ഞിട്ടുണ്ട്. MTQ എന്ന് പറയുന്ന സ്ഥാപനം മർക്കസ് തഹ്ഫീദുൽ ഖുർആനാണ്. ഞാൻ അവിടെ ഇപ്പോൾ വർക്ക് ചെയ്യണില്ലെങ്കിലും മുമ്പ് അവിടെ വർക്ക് ചെയ്തിരുന്നു. അവിടുത്തെ 1-2 വീഡിയോ ഷെയറിങ് ഇൻഷാ അല്ലാഹ് അവിടെ ഉണ്ടാകും. PO അൻവർ സാഹിബ് അതിൻ്റെ മാനേജർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാരുടെ ഒക്കെ മക്കൾ അവിടെ പഠിച്ച് പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കൊക്കെ നമ്മുടെ മക്കളെ ഹാഫിളുകളാക്കാൻ മാറ്റിയിട്ടില്ലെങ്കിൽ ഹാഫിളത്തുകളായി മാറാൻ താല്പര്യമുള്ളവർക്ക് സൗകര്യമൊരുക്കുന്ന ഒരു സംവിധാനത്തോട് സർവാത്മന സഹകരിക്കുവാനുള്ള ഒരു ഗോൾഡൻ ചാൻസ്, ഓപ്പൺ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമുക്ക് ഹാഫിളാവാൻ കഴിഞ്ഞില്ലെങ്കിലും ഹാഫിളുകളാക്കി തീർക്കാൻ ഉള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സംവിധാനത്തെ, സംരംഭത്തെ ഉയർത്തിപ്പിടിക്കാം. ഞാനവിടെ വർക്ക് ചെയ്തപ്പോഴും അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷനിലൊക്കെ പങ്കെടുത്തപ്പോൾ എനിക്ക് തോന്നിയത് അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കാഴ്ചപ്പാടാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, ആത്മാർത്ഥതയുള്ള, ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആൻഡ് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റാണ് അതിൻ്റെ പിന്നിലുള്ള. യാതൊരുവിധ ഭൗതിക സ്വാർത്ഥ താല്പര്യങ്ങളും ഇല്ലാതെ ഈ കാര്യങ്ങൾ വളരെ നല്ല രൂപത്തിലാണ് അവിടുത്തെ MT മുഹമ്മദ് സാഹിബും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുമൊക്കെ ആ സ്ഥാപനം നല്ല രൂപത്തിൽ നടത്തിക്കൊണ്ടുപോവുകയാണ്. നമ്മൾ മരിച്ചു പിരിഞ്ഞാലും നമുക്കൊരു സ്വതക്കാ ജാരിയ, വഖഫിനെ കുറിച്ചൊക്കെ വലിയ വിവാദങ്ങളും ചർച്ചയും സുപ്രീം കോടതി ഇതൊക്കെ നടക്കും. അപ്പോൾ വഖഫ് ചെയ്യാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ അത് ഉപയോഗപ്പെടുത്തി കൊള്ളണം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. മരിക്കണ സമയത്ത് പോലെ അവസാനം നമ്മുടെ വിലാപം ഒരു 2-3 സെക്കൻഡ് അല്ലെങ്കിൽ 1-2 മിനിറ്റ് നീട്ടിത്തന്നാൽ പടച്ച റബ്ബ് ഇന്ന ചെക്കിലൊന്ന് ഒപ്പിടാൻ, വാട്സപ്പിൽ ഇങ്ങനെ ഒന്ന് വോയിസ് അയക്കാൻ ഒരവസരം കൂടി തന്നു കഴിഞ്ഞാൽ ഇന്ന സംവിധാന സംരംഭങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നന്മയിലൊന്ന് ഭാഗമാകാമായിരുന്നു എന്ന് വിചാരിക്കേണ്ട അവസ്ഥ നമുക്ക് വരാൻ പാടില്ല. അവധി എത്തിക്കഴിഞ്ഞപ്പോൾ അസ്വദ്ദക്ക വാക്കും മിന സ്വാലിഹീൻ, ഞാൻ സ്വതക്ക ചെയ്തോളാം എന്നാണ് റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇതെന്നല്ല, ഏത് അവസരം കിട്ടിയാലും നിങ്ങൾ ഈ നന്മയിൽ സമ്പത്ത് കൊണ്ടുള്ള സൽക്കർമ്മത്തിൽ ഭാഗവാക്കായിത്തീരണം. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഏറ്റവും നല്ല സഹകരണം ഈ വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം, അവൻ്റെ വെളിച്ചം, അവൻ അയച്ച മെസ്സേജ് അതിന് കൃത്യമായി റെസ്പോണ്ട് ചെയ്യുന്ന വിവേകികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമുക്കൊരാൾ വാട്സപ്പിൽ അതല്ലാതൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ മെസ്സേജ് നമ്മൾ നോക്കാതെ പോയാൽ 2 ദിവസം ലേറ്റായാൽ, 1 മണിക്കൂർ ലേറ്റായാൽ നമ്മളെക്കുറിച്ച് ആരിൽ നിന്നാണ് കിട്ടിയതെങ്കിൽ നമ്മെക്കുറിച്ച് പിന്നെ അയാൾ വിചാരിക്കുന്ന ചിന്താഗതി എന്തായിരിക്കുമെന്ന് വിചാരിച്ച് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന പ്രതികരണം നമുക്കുണ്ട് എങ്കിൽ നമ്മെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിക്കുന്ന കാരുണ്യക്കാതലായ റബ്ബ് നമ്മുടെ ഐഹിക ക്ഷേമവും പരലോക മോക്ഷത്തിനും വേണ്ടി അയച്ച മെസ്സേജ് ഓപ്പൺ ചെയ്യാതെ, അതിനെ ഉപയോഗപ്പെടുത്താതെ അലസത, ഉദാസീനത ഒരിക്കലും നമ്മിൽ ഉണ്ടാകാൻ പാടില്ല എന്ന ഉറ്റാലോചനക്ക് കൂടി നിമിത്തമാകുന്ന സദസ്സായി വെളിച്ചത്തിൻ്റെ ഈ കോർഡിനേറ്റേഴ്സിൻ്റെ സംഗമം മാറട്ടെ. അങ്ങനെ എൻ്റെ കനവും കാഴ്ചപ്പാടും കാമ്പും കാതലുമുള്ള കർമ്മകർത്തവ്യം ഏറ്റെടുത്തുകൊണ്ട് ഇതിൻ്റെ പ്രയാണത്തിൻ്റെ മുഖ്യ പങ്കുകാരായി മാറുക. മരണാനന്തര ജീവിതത്തിൽ വലിയ സൗഭാഗ്യം നേടിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
ചെയ്യുമാറാകട്ടെ. ഒരുമിച്ച് കൂടൽ സ്വാലിഹായ കർമ്മമായി കബൂൽ ചെയ്യുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച അപാകതകൾ, തെറ്റുകുറ്റങ്ങളെ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. വിശ്വാസ വിശുദ്ധിയും കർമ്മവിശുദ്ധിയും സ്വഭാവ സംസ്കാര സദാചാര വിശുദ്ധിയും കൈമുതലാക്കി മരിക്കുന്നത് വരെ നീങ്ങുവാനുള്ള ധർമ്മബോധം അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും പരിശ്രമങ്ങളെയും അള്ളാഹു വിജയിപ്പിച്ച് നൽകുമാറാകട്ടെ. നമ്മിൽ പരാധീനതയും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് അള്ളാഹു അതിജീവനം നൽകുമാറാകട്ടെ. ഫലസ്തീനിൻ്റെ മണ്ണിൽ നിന്ന് സന്തോഷത്തിൻ്റെ വാർത്തകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥൈര്യം, സമാധാനം നൽകുമാറാകട്ടെ. നീതി അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. കൊല്ലപ്പെട്ടവർക്ക് നാഥൻ ഷഹാദത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ ഒരു വീഡിയോയിൽ 5-ാമത്തെ വയസ്സിൽ വാപ്പ നഷ്ടപ്പെട്ട ഒരു കുട്ടി സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടാകും. അപ്പോൾ അതിൽ ഇൻഷാ അല്ലാഹ് പിതാവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, അള്ളാഹു മഗ്ഫറത്ത് നൽകുമാറാകട്ടെ. കാരണം അവനക്ക് 5-ാം വയസ്സുണ്ടാകുമ്പോൾ വാപ്പയും ഇങ്ങോട്ട് ചർച്ച ചെയ്ത് ഹാഫിളാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പിന്നീട് സൗദിയിൽ ആക്സിഡൻ്റ് ആയിട്ട് ആ വാപ്പ മരിച്ച് ആ കുട്ടി ഹാഫിളായി മാറി. പക്ഷേ വാപ്പ ജീവിച്ചിരിക്കണില്ല. അപ്പോൾ പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ എൻ്റെ നാട്ടിനടുത്ത് ഒരു സഹോദരൻ എപ്പോഴും പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് പറയും. 18 വയസ്സ് പ്രായമായ ഒരു പെൺകുട്ടി 8 വർഷം ദാമ്പത്യ ജീവിതം നയിച്ചിട്ട് 8-ാമത്തെ വർഷമാണ്, 8 വർഷത്തിന് ശേഷമാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. ആ കുട്ടിക്ക് അഗ്രികൾച്ചറൽ കോഴ്സിന് താല്പര്യമുണ്ടായി. വലിയപ്പോൾ കൃഷിക്കാരനായിരുന്നു. അങ്ങനെ ഈ കുട്ടി അഗ്രികൾച്ചർ കോഴ്സ് എടുത്ത് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ കാല് വഴുതിയിട്ട് തലയടിച്ച് വീണ് കോമാ സ്റ്റേജിലായി കിടക്കുകയാണ്. ഞങ്ങളുടെ അത്താണിയുടെ അങ്ങനത്തെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അവിടെ വിസിറ്റ് ചെയ്തു. തരക്കേടില്ലാതെ മാന്യമായി ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. പക്ഷേ 75 ലക്ഷം 3/4 കോടി രൂപ ചെലവഴിച്ച് ചികിത്സ നടത്തി ഇപ്പോഴും ഏകദേശം 1 ലക്ഷം രൂപയോളമുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വല്ലാത്തൊരു സീൻ, ഒരു രംഗമാണ്. ആ ഒരൊറ്റ സീൻ ആ റൂമിലേക്ക് കയറി 18 വയസ്സുള്ള ഒരു ഇസ്ലാഹി കുടുംബത്തിലെ, മുമ്പൊക്കെ ഞാൻ ചേന്നര ഭാഗത്താണ്, ആ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ അവിടെ സജീവ സംഘാടകയായിരുന്നു. ആ പെൺകുട്ടിയുടെ ആ കെടുത്തം കണ്ടാൽ മതി, സുജൂദിൽ നിന്ന് മരിക്കുന്നത് വരെ തല ഉയർത്താൻ പാടില്ലാത്തത്ര അനുഗ്രഹങ്ങൾക്ക് നടുക്കാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന ബോധം ഉണ്ടാവും. മനസ്സിലായില്ലേ? ആ കെടുത്തം, ആ കുടുംബത്തിൻ്റെ സ്വപ്നം, ഒരേ ഒരു മകൾ. അപ്പോൾ ഒരു പ്രാർത്ഥനയാണ് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്, മറ്റൊന്നുമല്ല. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ബാംഗ്ലൂരിൽ 1.5 മാസത്തെ ചികിത്സ കഴിഞ്ഞപ്പോൾ 1.5 വർഷമായി ചെറിയ ചെറിയ സ്റ്റിമുലേഷനൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ആ കുട്ടിക്ക് ശമനം നൽകുമാറാകട്ടെ. ആ കുടുംബത്തിന് തവക്കുൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين. اللهم انصر إخواننا في فلسطين. اللهم دمر من دمرهم، مزق من مزقهم، أهلك من أهلكهم، شتت من شتتهم. اللهم كن نصيرا ومعينا للمجاهدين في هذه المنطقة المظلومة المستمرة. اللهم اغفر موتانا وموتاهم. اللهم اشف مرضانا ومرضاهم. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم اجعل القرآن ربيع قلوبنا وشفاء صدورنا. ربنا تقبل دعاءنا، ربنا تقبل دعاءنا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والصلاة والسلام على رسولك الكريم الأمين الأمي وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. شكرا لكم لحسن تعاونكم وسمعكم واستماعكم. والسلام عليكم ورحمة الله.